നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ തിരുസനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ ഇത്രയും സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. ഒരു പൂജ്യമായിട്ട് കർത്താവേ ഞങ്ങളത്തിന് താഴ്ത്തുന്നു. ആ യോഹന്നാൻ പത്മോസ് ദ്വീപിലെ ഒരു മരിച്ചവനെ പോലെ കർത്താവെ അവിടുത്തെ മുമ്പാകെ വീണതുപോലെ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഒന്നുമില്ലായ്മയിലെ കർത്താവെ ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ ഞങ്ങളുടെ സ്വയത്തിന് മരണത്തിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിച്ചു തരണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ കാഹളധ്വനി കേൾപ്പിക്കണമേ. അവിടുത്തെ ദൂത് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ ഒരു മറയും കൂടാതെ അവിടുന്ന് ഞങ്ങളോട് വളരെ സിമ്പിളായിട്ട് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അതിനും ഷെയർ ചെയ്യുന്ന എന്നെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ പിന്നെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ ഈശ്വരന്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മുടെ വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം മുതലായിരുന്നു കഴിഞ്ഞ ആഴ്ച ചിന്തിക്കേണ്ടിയിരുന്ന 21 അധ്യായത്തിന്റെ വെളിപാട് പുസ്തകം 21ന്റെ 7ാമത്തെ വാക്യത്തില് ഒരു വാക്ക് നമ്മളെ സ്റ്റക്ക് ചെയ്യിപ്പിച്ചു. എന്താ സ്റ്റക്കാക്കി? ഓവർകം, അതിജീവിക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ള വാക്ക്. അപ്പൊ അവിടെ എന്താ 21 വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം ആർക്കാ അവകാശമായിട്ട് ലഭിക്കുന്നേ? ഈ വലിയ സ്വത്ത്, ഒരു വലിയൊരു ഭൂവുടമ ഇത്രയും ഏക്കർ കണക്കിന് ബംഗ്ലാവുകളും സ്വത്തുക്കളും റിയൽ എസ്റ്റേറ്റും എല്ലാം ഉണ്ടെങ്കിൽ ഇത് ആർക്കാ അവകാശമായിട്ട് ലഭിക്കുന്നേ? ഭൗതികമായിട്ടുള്ള ഒരു ഭൂസ്വത്തുകളുടെയൊക്കെ ഉടമ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വലിയ കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇന്ന് കാണുന്ന ഭൂമി അതെല്ലാം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അത് അഗ്നിയിൽ വെന്തുരുകി പോകും എന്നൊക്കെ നമ്മൾ 2 പത്രോസ് 3 അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ആകാശം പുതിയ ഭൂമിയും അന്ന് നമുക്ക് അവകാശമായിട്ട് കിട്ടുന്നില്ല. ഇവിടെ ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് അവകാശമായിട്ടുള്ളതെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. അന്ന് അത് ആർക്കാ അവകാശമായി തീരുന്നതെന്ന് വെച്ചാൽ ജയിക്കുന്നവന്. ജയിക്കുക എന്നുള്ള വാക്ക് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഏത് വാക്യമായത്? വെളിപാട് പുസ്തകം 21ന്റെ 7ാമത്തെ വാക്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം അത് നിക്കാവോ എന്ന് പറയുന്നൊരു വാക്ക്, നൈക്കി എന്നുള്ള വാക്ക്, നൈക്കി ഷൂസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നൈക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം നൈക്കി, അത് ഗ്രീക്കിൽ നീക്കെ എന്നാ പറയുന്നത് വിക്ടറി, ജയം എന്നാണ്. നമ്മളുടെ നീക്കെ എന്നുള്ള വാക്ക് ബൈബിളിൽ വരുന്നത് 1 യോഹന്നാൻ 5:4 അവിടെ ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. ആ ജയം എന്നുള്ള വാക്ക് നൈക്കി അല്ലെങ്കിൽ നീക്കെ എന്നുള്ള വാക്കാണ്. അതിൽ നിന്നാണ് നിക്കോൾസൺ, നിക്കോളസ് എന്നൊക്കെയുള്ള പേരുകളൊക്കെ വരുന്നത്. നിക്കാവോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ന വാക്കാണ് കോൺക്വർ, ഓവർകം, കം ഓഫ് വിക്ടോറിയസ് എന്നൊക്കെയാണ്. അത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പറഞ്ഞു എന്ന വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിൽ അത് പതിക്കുന്നത്. അപ്പം ജയിക്കുക എന്നുള്ള വാക്ക് പുതിയ നിയമത്തിലെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ഈ പുതിയ നിയമത്തിൽ അത് എത്ര തവണയാണ്? 28 തവണ വന്നിട്ടുണ്ട് ജയിക്കുക എന്നുള്ള വാക്ക്. അതില് ആ 28ല് പകുതിയിലേറെ, 28ന്റെ പകുതി എത്ര? 14 തവണ. ആ പകുതിയിലേറെ അത് വെളിപാട് പുസ്തകത്തിലാണ്. 16 പകുതിയിലേറെ അത് വെളിപാട് പുസ്തകത്തിലാണ് വന്നിട്ടുള്ളത്. ആ 16 തവണ വെളിപാട് പുസ്തകത്തിൽ വന്നിട്ടുള്ളതിൽ 8 തവണ അത് 7 സഭകളോടുള്ള ദൂതില. ബാക്കിയുള്ള 8 തവണയുള്ള റെഫറൻസസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ അങ്ങേ ആഴ്ച കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 7 സഭകളോടുള്ള ദൂതില് 7 സഭകളോടുള്ള ദൂത് ഏതൊക്കെ അധ്യായത്തിലാണ് വരുന്നേ? മെസ്സേജ് ടു ദ 7 churches ഇൻ റെവലേഷൻ ചാപ്റ്റേഴ്സ് 2 and 3. 2-3 അധ്യായങ്ങളില് 7 സഭകളോടുള്ള ദൂത്. അപ്പൊ അതില് 2ാമത്തെ അധ്യായത്തിലെ എഫേസസ് സഭയോടുള്ള ദൂത്, സ്മിർണ സഭയോടുള്ള ദൂത്, പെർഗമോസിലെ സഭയോടുള്ള ദൂത്, തയാത്തിറ അല്ലെങ്കിൽ തുയഥൈര സഭയിലേക്കുള്ള ദൂത് എല്ലാം. അങ്ങനെ 4 സഭയ്ക്കുള്ള ദൂത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പം ബാക്കി 3 സഭയ്ക്കുള്ള ദൂതെല്ലാം കൂടെ കാണാൻ വേണ്ടിയല്ല, മറിച്ച് ആ ജയിക്കുക എന്നുള്ള ആ വാക്ക് ഓരോ സഭയ്ക്കുള്ള ദൂതിലും അത് ഓരോ തവണ വരുന്നുണ്ടെങ്കിൽ 7ാമത്തെ സഭയായ ലവുദിക്ക സഭയില് അത് ലവുദിക്ക സഭയുടെ അവസ്ഥയായിരുന്നു ഏറ്റവും പരിതാപകരമായിട്ടിരുന്ന. അവരോടുള്ള ദൂതിൽ 2 തവണ ജയിക്കുക എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അതായത് 21ാമത്തെ വാക്യം വെളിപാട് 3:21 നോക്കുവാണെങ്കിൽ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടി എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകി, ഞാനും ജയിച്ച്, അങ്ങനെ 2 തവണ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വെളിപാട് 3 അധ്യായത്തിലെ 3 സഭകളോടുള്ള ദൂത് നമുക്ക് നോക്കാം. ആ ദൂത് ഇതിലെ ആ ജയിക്കുക എന്നുള്ള വാക്ക് എവിടെ വരുന്നേ?
മൂന്നാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ വരുന്നുണ്ട്. മൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങള് ഏത് സഭയ്ക്കുള്ള ദൂത? സർദിസ് സഭയ്ക്കുള്ള ദൂത. വെളിപാട് മൂന്നാം അധ്യായം എടുത്ത് നോക്കിയാല് വെളിപാട് മൂന്നാം അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ സർദിസ് സഭയ്ക്കുള്ള സാർഡിസ് അല്ലെങ്കിൽ സർദിസ് സഭയ്ക്കുള്ള ദൂത. അപ്പൊ അതിന് 5-ാമത്തെ വാക്യം, വെളിപാട് 3-ന്റെ 5-ാമത്തെ വാക്യത്തില് അവർ യോഗ്യന്മാരാകിയാൽ എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഇവിടെ ബിക്കോസ് ദേ ആർ വേർതി എന്നാ വായിക്കുന്നത്. അവർ യോഗ്യന്മാരാകിയാൽ ഫോർ ദേ ആർ വേർതി. ഇംഗ്ലീഷിൽ ഫോർ ദേ ആർ വേർതി എന്നുള്ള 4-ാമത്തെ വാക്യത്തില്, ഇംഗ്ലീഷിലത് 5-ാമത്തെ, മലയാളത്തിലത് 5-ാമത്തെ വാക്യത്തില് ആക്സിയാസ് എന്ന് പറഞ്ഞൊരു പദമാണ് അതെന്നൊക്കെ നമ്മൾ അന്ന് ഇത് വെളിപാട് പുസ്തകം ബാക്കി പ്രതിവാക്യമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞായിരുന്നു. ആക്സിയാസ്, അതിന്റെ അർത്ഥം വെയിങ്, ഹാവിങ് വെയിറ്റ് ഓർ വർത്ത്, അത് ഭാരമുള്ളത്, ഘനമുള്ളത് എന്നുള്ളത്. വേറെ ലൈറ്റ് ആയിട്ടുള്ള, അവർ യോഗ്യന്മാരാണ്. വേദി എന്നുള്ള വാക്ക് അവര് ഘനമുള്ളവരാണ്, ഭാരം എന്ന് വെച്ചാൽ അവർക്ക് ഹെഡ് വെയിറ്റ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് ആത്മീയമായ തേജസ്സിന്റെ നിത്യഘനം ഉള്ളവരാ. തേജസ്സിന്റെ നിത്യഘനം, ദൈവത്തിന്റെ തേജസ്സിന് ഒരു ഘനം, ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഓഫ് ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ ചാപ്റ്റർ 4 വേഴ്സ് 17 വായിക്കുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സ്വഭാവത്തിന് ആത്മീയമായി പറഞ്ഞ ഒരു ഭാരമുണ്ട്. അപ്പൊ ആ ഭാരം ഉള്ളവരാണ്, അവര് വെയിറ്റ് ഉള്ളവരാണ്, അവർ യോഗ്യന്മാരാകിയാൽ ഇത് വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടി നടക്കും. കർത്താവിൻ്റെ കൂടെ ആ ഒരു വിശുദ്ധിയോടുകൂടി, നിർമ്മലമായ മനസാക്ഷിയോടുകൂടിയേ കർത്താവിൻ്റെ കൂടെ നടക്കാനൊക്കെ ഉള്ളൂ. വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടി നടക്കും. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവര് നോഹ നടന്നു, ഹാനോക്ക് നടന്നു, ഈ നോഹ നടന്നു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി 5-6 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന് യേശുവിൻ്റെ കൂടെ നടക്കാനൊക്കും. നമ്മളുടെ സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, നമ്മളുടെ ഓഫീസിലാവട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, നമ്മളുടെ യാത്രയിലാകട്ടെ, അടുക്കളയിലാവട്ടെ, പാടത്താകട്ടെ, പറമ്പത്താകട്ടെ, നമ്മളുടെ യാത്രയിലോ സൂപ്പർ മാർക്കറ്റിലോ പെട്ടിക്കടയിലോ എവിടെ ആയാലും കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടാ പറയുന്നത്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടി നടക്കും. ജയിക്കുന്നവൻ നിക്കാവോ, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവന് എന്ത് കിട്ടും? വെള്ളയുടുപ്പ്, വൈറ്റ് ഗാർമെന്റ്സ്. അത് ആ ഒരു മണവാട്ടി വസ്ത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജയിക്കുന്നവനാണ് വെള്ളയുടുപ്പ് ധരിക്കുന്നത്. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. അപ്പൊ ജയിക്കുന്നവനാ ഇതെല്ലാം അവകാശമായി, പുതിയ ആകാശവും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ പുതിയ പ്രപഞ്ചവും പുതിയ ഭൂമിയും എല്ലാം അവകാശമായിട്ട് ലഭിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ജയിക്കുന്നവനാ. വേറൊരു വാക്യം എല്ലാം അവകാശമാകുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ആത്മാവിൽ ദരിദ്രനായവനാണെന്ന് പറയാം. മത്തായി 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ സ്വർഗരാജ്യം അവരുടേതാണ്, ഇറ്റ് ഇസ് ദെയർ ഇൻഹെറിറ്റൻസ്. ആ സ്വർഗരാജ്യത്തിന് എല്ലാം അവർക്കുള്ളതാണ്. നമ്മൾ ആത്മാവിൽ ദരിദ്രരായവർക്ക്, വേറെ ആത്മാവിൽ ദരിദ്രരായവർക്കാണ് എല്ലാം, ജയിക്കുന്നവനാണ് എല്ലാം. A=B, B=C. സോ A=C എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രനായവനാണ് എല്ലാം, ജയിക്കുന്നവനാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രനായവനാണ് യഥാർത്ഥത്തിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ നമുക്കറിയാം. ആത്മാവിൽ ദാരിദ്ര്യത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇല്ലായ്മ, കർത്താവേ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ, കർത്താവേ എനിക്ക് എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയില്ല, എൻ്റെ നന്മയെല്ലാം അവിടുന്നാണ്, അവിടുന്ന് എന്നെ സഹായിക്കണം. ആ ഒരു ബീങ് അവെയർ ഓഫ് മൈ ഓൺ നീഡ്, എൻ്റെ ആ ഒരു ആവശ്യബോധത്തോടെ ഞാൻ എത്രമാത്രം കർത്താവേ ആവശ്യത്തിലുള്ളവനാണ്. എനിക്ക് യേശുവിനെ പോലെ ചിന്തിക്കുവാനോ പറയുവാനോ സംസാരിക്കുവാനോ പ്രവർത്തിക്കാനോ ഒക്കെ സാധിക്കണമെങ്കിൽ കർത്താവേ അവിടുത്തെ കൃപയില്ലാതെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ജയിക്കണമെങ്കിൽ, എനിക്ക് അങ്ങേപോലെ ജീവിക്കണമെങ്കിൽ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിക്കത്തില്ല. അവിടുന്ന് എന്നെ സഹായിക്കണം. അങ്ങനെ ആ ഒരു ആത്മാവിന്റെ ദരിദ്രത്തോടെ ആയിരിക്കുന്നവർക്കാണ് ജയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ജയിക്കുന്നവന് അവര് വെള്ളയുടുപ്പ് ധരിക്കും. അവരാണ് ആ ഒരു വൈറ്റ് ഗാർമെന്റ്സ്. ആ ഒരു വൈറ്റ് ഗാർമെന്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്യുവർ ഔട്ട്വേർഡ് ടെസ്റ്റിമണി, പുറമേ ഉള്ള ആ ഒരു നിർമ്മലമായ സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. വെച്ചാൽ വെള്ളയുടുപ്പ് ധരിക്കുന്ന വസ്ത്രമാണ് ബാക്കിയുള്ളവർ നമ്മളെ കാണുന്നത്. അപ്പം വെള്ളയുടുപ്പ് ധരിക്കുന്നത് നമ്മളുടെ ഒരു നല്ല നിർമ്മലമായ സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. പിന്നെ വെളിപാട് പുസ്തകത്തില് ആ ഒരു ശുഭ്രവസ്ത്രം, ഫൈൻ ലിനൻ, ബ്രൈറ്റ് ആൻഡ് ക്ലീൻ എവിടെ പറയുന്നേ? വെളിപാട് 19-ന്റെ
8-ാമത്തെ വാക്യം, അവർക്ക് ശുദ്ധവും മണവാട്ടിക്ക്, കർത്താവിന്റെ മണവാട്ടിയായവൾക്ക്, ജയിച്ചവൾക്ക്, 60%, 30% ആൾക്കാരുടെ കാര്യമല്ല, 100 മേനി വിളവ് കാഴ്ചവെച്ച് അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വെളിപ്പാട് 19-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 8. അപ്പം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, അത് വെള്ളയുടുപ്പാണ്. അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ 3 തരത്തിലുള്ള വസ്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അത് 3ഉം ഒരേ കാര്യത്തെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് മണവാട്ടി വസ്ത്രം, പിന്നെ സർവായുധ വർഗം, പിന്നെ ഉള്ളത് പുരോഹിത വസ്ത്രം. നമ്മളുടെ നീതിയങ്കിയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്ന നീതിയങ്കിയുണ്ട്. മണവാട്ടി വസ്ത്രമുണ്ട്, സർവായുധ വർഗമുണ്ട്, പുരോഹിത വസ്ത്രമുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ബേസിക് ആയിട്ടുള്ള ഇത് ജയിക്കുന്നവർക്കാണ് ഇതെല്ലാം ഉള്ളത്. ജയിക്കുന്നവർക്കാണ് മണവാട്ടി വസ്ത്രവും സർവായുധ വർഗം ജയിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം എന്ന് പറയുന്നത്. വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ കവിഞ്ഞൊഴുകുമ്പോൾ ഉള്ള ഒരു കാര്യമായി സർവായുധ വർഗം എന്ന് പറയുന്നത്. പിന്നെ പുരോഹിത വസ്ത്രം, അതെല്ലാം എന്താ നമുക്ക് എല്ലാവർക്കും ദൈവം കർത്താവ് ഓഫർ ചെയ്യുന്നതാ. പക്ഷേ ജയിക്കുന്നവരാണ് അത് മാക്സിമം അതിന്റെ മാക്സിമം സാധ്യത യൂട്ടിലൈസ് ചെയ്യുന്നവരെന്ന് പറയാം. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് കർത്താവിന്റെ നീതി വസ്ത്രം ലഭിക്കുന്നു. കർത്താവ് നീതി അങ്കി നമ്മളെ ധരിപ്പിക്കുന്നു. നമ്മൾ യെശയ്യാവ് 61-ാം അധ്യായത്തിൽ ആ നീതി അങ്കി എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ റോമർ 3, 4, 5 അധ്യായങ്ങളിലാണ് കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, നമ്മളെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല എന്നുള്ളൊരു നീതി അങ്കി തരുന്നതിനെ കുറിച്ച് നമ്മൾ വെളിപാട് റോമർ 3, 4 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നു, നീതി വസ്ത്രം, റോബ് ഓഫ് റൈച്ചസ്നസ്. അത് വിശ്വാസികൾക്കെല്ലാം ഉണ്ട്. എന്നാൽ അതിന് മേലെ അത് വിശ്വാസത്താലെ കർത്താവ് നമുക്ക് കണക്കിടുന്ന ഒരു കാര്യമാണ്. എബ്രഹാം വിശ്വസിച്ചു, അവന് ഇത് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്ന പോലെ നമുക്ക് ദൈവം കണക്കിടുന്ന ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. എന്നാൽ നമ്മൾ ഓരോ ദിവസവും ക്രൂശ് എടുത്ത്, അതായത് കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ജയിക്കുമ്പോൾ അവിടെയാണ് ഈ മണവാട്ടി വസ്ത്രം ഞാൻ തുന്നുന്ന ഒരു പ്രോസസ്സുണ്ട്, സർവായുധ വർഗം ഞാൻ ധരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, പുരോഹിത വസ്ത്രം ധരിച്ച് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, ഒരു പ്രക്രിയയുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഒരു കപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാണെങ്കിൽ, നിറഞ്ഞ് കവിഞ്ഞങ്ങ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കപ്പ് കാണത്തില്ല. ഈ വെള്ളം ഈ ഗ്ലൂള ഒഴുകുന്നതാണ് കാണുന്നത്. നമ്മുടെ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതൊരു വസ്ത്രമായിട്ട് തീരുന്നു. പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ധരിക്കുവോളം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ധരിക്കുവോളം എന്നുള്ളൊരു പദപ്രയോഗമാണ് കർത്താവ് ഇവിടെ ലൂക്കോസ് 24-ാം അധ്യായത്തിന് 49-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യമാണ്. എങ്കിലും നമ്മൾ വീണ്ടും എടുക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ആഴങ്ങളെ കൂടുതൽ ഗ്രഹിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 വേഴ്സ് 49. എന്താ? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, എൻഡ്യൂ എന്നുള്ളൊരു പദവാ. എൻഡ്യൂഡ് വിത്ത് പവർ, എൻഡ്യൂ അല്ലെങ്കിൽ ക്ലോത്ത് വിത്ത് പവർ. എൻഡ്യൂ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. എൻഡ്യൂ, പിതാവ് നിങ്ങളെ എത്രയധികം വസ്ത്രം ധരിപ്പിക്കും, വയലിലെ പുഷ്പങ്ങളെ നോക്കുവിന്നൊക്കെ കർത്താവ് മത്തായി 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ആ ധരിപ്പിക്കും എന്നുള്ള ആ വസ്ത്രം ധരിക്കുന്നതിന് അതേ വാക്ക് തന്നെ ഇവിടെയും ലൂക്കോസ് 24-49 നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിന്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നിറഞ്ഞു കവിഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴുകുമ്പോൾ അത് ഒരു കർത്താവിന്റെ ശക്തി ധരിക്കുകയാണ്. അത് മണവാട്ടി വസ്ത്രം ധരിക്കുന്നതിനോടും സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സത്യം എന്ന അരക്കച്ച, ബെൽറ്റ്, അതെല്ലാം പരിശുദ്ധാത്മാവാണ് നമുക്ക് അത് പകർന്നു തരുന്ന കാര്യങ്ങൾ. വിശ്വാസമായാലും സത്യമായാലും സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമായാലും രക്ഷയുടെ ഉറപ്പ്, ആ ഒരു ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ ആയാലും, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, ബ്രസ്റ്റ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ കവചം, വിശ്വാസത്തിന്റെ പരിച, അതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പം ആണ് നമുക്ക് ഇതെല്ലാം പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ധരിക്കാൻ ഒക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു മണവാട്ടി വസ്ത്രവും
പുരോഹിത വസ്ത്രവും സർവായുധവർഗവും ധരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ജയിക്കുന്നവർ. അതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എവിടുന്ന് ഇന്ന് പോയെന്ന് ചോദിച്ചാൽ എന്താ ധരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്താ വെളിപാട് 3:5 വാക്യം. എന്താ പറയുന്നത്? ജയിക്കുന്നവന്. ഇപ്പം ഞാൻ ഇന്ന് കർത്താവേ ഒരു വെള്ളയുടുപ്പ് ധരിച്ചവനാണോ, അതോ ഞാൻ ഇപ്പോഴും അഴുക്ക് വസ്ത്രമായിട്ട് ഇരിക്കുവാണോ? ഞാൻ എൻ്റെ അഴുക്ക് വസ്ത്രമെല്ലാം കർത്താവ് അത് മാറ്റിക്കളഞ്ഞ് അഴുക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മല മനസാക്ഷി ഇല്ലാതെ ആരോടെങ്കിലും കയ്പോ വിരോധമായിട്ട് നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിലർ തിരിച്ചു കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ ചിലരോട് ക്ഷമിക്കാനുള്ളത് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനുള്ള, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമ്മളത് അനുസരിക്കാതിരിക്കുന്നതൊക്കെ അഴുക്ക് വസ്ത്രമാണ്. അപ്പം അതൊക്കെ കർത്താവിന് മുമ്പാകെ സെറ്റിൽ ചെയ്തൊരു നിർമ്മല മനസാക്ഷിയോടെ, കർത്താവ് ഞാൻ ഇതാ അവിടുത്തെ മുമ്പാകെ ഞാൻ ആയിരിക്കുന്നു, അങ്ങനെ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം, ഒരു നല്ല മനസാക്ഷിയോടെ ഞാൻ അങ്ങനെ ആയിരിക്കട്ടെ, അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് വെള്ളയുടുപ്പ് എന്ന് പറയുമ്പോൾ പുരോഹിത വസ്ത്രമാകട്ടെ. പുരോഹിത വസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇടിവിൽ നിൽക്കുന്ന പുരോഹിതന്റെ ഒരു ശുശ്രൂഷയുണ്ട്. പിന്നെ കർത്താവിന്റെ ഉപദേശത്തെ നേരായിട്ട് ഉപദേശിക്കുന്ന പുരോഹിതന്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മൾ മലാഖി പുസ്തകം 2-ാം അധ്യായത്തിലെ 8-9 വാക്യങ്ങളൊക്കെ പുരോഹിതന്റെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. സ്തോത്രം എന്ന യാഗം കഴിക്കുന്ന പുരോഹിതന്റെ ശുശ്രൂഷ, നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന പുരോഹിതന്റെ ശുശ്രൂഷ, അങ്ങനെയുള്ള ആത്മീയ യാഗങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ആ പൗരോഹിത്യ ശുശ്രൂഷ, അങ്ങനെ ജയിക്കുന്നവനാണ് ആ വെള്ളയുടുപ്പ്. പൗരോഹിത്യ ശുശ്രൂഷയാവട്ടെ, മണവാട്ടി വസ്ത്രമാകുന്ന വെള്ളയുടുപ്പാകട്ടെ, സർവായുധ വർഗവും എല്ലാം അങ്ങനെയുള്ളവനാണ് ധരിക്കാൻ പറ്റുന്നത്. അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ജയിച്ചാൽ എന്താ ഗുണം? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുകയില്ല. എന്നാൽ ജയിച്ചില്ലെങ്കിലോ, നമ്മള് ഒരു തവണ ഇത് പാപത്തിൽ വീണുപോയി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എത്ര തവണ പാപത്തിൽ വീണുപോയത് കൊണ്ട് കർത്താവ് നമ്മുടെ പേര് മായ്ച്ചു കളയത്തില്ല. എന്നാൽ നമ്മൾ പാപത്തിൽ വീണുപോയത് കൊണ്ടല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്ന് തന്നെ നമ്മൾ വീണു പോവുകയാണ്. എന്നുവെച്ചാൽ യേശു കർത്താവിന് എൻ്റെ പാപം ക്ഷമിക്കാൻ ഒക്കുന്നുള്ള വിശ്വാസം പോലും പോയി കളഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണു പോയി മറ്റൊരു യേശുവിന്റെ പിന്നാലെ, മറ്റൊരു സുവിശേഷത്തിന് പിന്നാലെ, മറ്റൊരു ആത്മാവിന്റെ പിന്നാലെ, വ്യാജ സുവിശേഷത്തിന്റെ പിന്നാലെയൊക്കെ അങ്ങ് പോയി ഒരു നല്ല മനസാക്ഷി ഒക്കെ കളഞ്ഞ് അവരുടെ വിശ്വാസത്തിന് അവർക്ക് കപ്പൽ ഛേദം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ 1 തിമോത്തിയോസ് 1:17 വായിക്കുന്നത് പോലെ, അങ്ങനെ ഷിപ്രക്ക് ഓഫ് ഫെയ്ത്ത് പറഞ്ഞ പോലെ വിശ്വാസം തന്നെ അങ്ങ് ഇല്ലാതായി പോകുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അവർക്ക് വേറെ വലിയ അഭിവൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ കാണുന്ന അങ്ങനെയൊക്കെയുള്ള വിശ്വാസം തന്നെ പോയി പോകുന്ന ആ ഒരു അവസ്ഥയിൽ എന്താ പേര് മായ്ച്ചു കളയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. നമ്മൾ ഇന്ന് കർത്താവിന്റെ പേര് ഏറ്റുപറയുവാണെങ്കിൽ കർത്താവ് നമ്മളുടെ പേര് ഏറ്റുപറയുന്നു പറയുന്നുണ്ട്. അപ്പം ജയിക്കുന്നവനാണ് കർത്താവിന്റെ പേര് ഏറ്റുപറയുന്നത്. അങ്ങനെയുള്ളവന്റെ പേരാ കർത്താവ് പേരൊന്നും മായ്ച്ചു കളയാതെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റു പറയും. യൂദാസിസ്കി അപ്പം ഒരു തവണ കർത്താവ് പേര് എഴുതി കളഞ്ഞാൽ പിന്നെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ല, ഒരിക്കലും രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയുന്ന ദുരുപദേശക്കാരായ കാൽവിനിസ്റ്റുകളുണ്ട്. എന്നാൽ അതൊക്കെ വചനവിരുദ്ധമായ ഏറ്റവും വളരെ ഒരുപാട് പേരെ വഞ്ചിക്കുന്ന ദുരുപദേശമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരിക്കലും രക്ഷ നഷ്ടമാകത്തില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിച്ചാലും യേശു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടിമുട്ടി പോയാൽ മതി എന്ന് പറയുന്ന വ്യാജ ദുരുപദേശമൊക്കെ ഹൈപ്പർ കാൽവിനിസ്റ്റുകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ ദുരുപദേശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നത്. വെച്ചാൽ നമ്മൾ പാപത്തിൽ വീണു പോയതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്നല്ല. എന്നാൽ നമ്മളിനിപ്പോൾ എത്ര തവണ പാപത്തിൽ, ഇപ്പോൾ 10,000 10 ലക്ഷമോ 10 കോടി തവണ പാപത്തിൽ വീണ് പോയാൽ പോലും ഓരോ സമയത്തും നമ്മൾ മാനസാന്തരത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് നുറുക്കത്തോടെ വരികയാണെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് ഒരു നാളും തള്ളിക്കളയിലോ ഉപേക്ഷിക്കില്ല. എന്നാൽ കർത്താവിനെ മറുതലിച്ചുകൊണ്ട്, റിബൽ ചെയ്തുകൊണ്ട്, മത്സരിച്ചുകൊണ്ട്, കർത്താവിനെതിരെ നിൽക്കുന്ന, ദൈവജനത്തിനെതിരെ പോകുന്ന, വിശ്വാസത്തിനെതിരായിട്ട് പോയി ഇങ്ങനെ വേറൊരു വിശ്വാസത്തിന് പിന്നാലെ പോകുന്ന, അങ്ങനെയൊക്കെയുള്ള വേറൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പേരായിരിക്കും പറയുന്നത്, പക്ഷേ സമ്പൽ സമൃദ്ധിയുടെ വ്യാജ സുവിശേഷം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ വിശ്വസിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള ഒരു ക്രൂശ് എടുത്ത് സ്വയത്തിന് മരിച്ച് കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞൊരു യേശു അല്ല, മറിച്ച് എന്തോ കാര്യസാധനത്തിനായിട്ട് എന്തൊക്കെയോ യേശുവിന്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന, മറ്റുള്ളവരെയും വഞ്ചിക്കുന്ന, സ്വയം വഞ്ചിതരാകുന്ന, അങ്ങനെയൊക്കെയുള്ള തരത്തിലൊക്കെ
അവരുടെ വിശ്വാസം തന്നെ പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ വേറെ ആരെങ്കിലും വിധിച്ച് അവരുടെ വിശ്വാസം പോയി ഇവരുടെ വിശ്വാസം പോയി എന്ന് നമ്മളാരും വിധിക്കാനില്ല. മറിച്ച് നമ്മൾ വിവേചിച്ച് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അപ്പം അങ്ങനെ അപ്പം യുനോ ഒരാളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടാൽ അവന്റെ പേര് മായ്ച്ചു കളയാൻ ഒരു സാധ്യതയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ കർത്താവ് ഇങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. ഞാൻ പേര് മായ്ച്ചു കളയത്തില്ലെന്ന് ജയിക്കുന്നവനോട് പറയുമ്പോൾ, ജയിച്ചില്ലെങ്കിലും നിന്റെ പേരൊന്നും മായ്ച്ചു കളയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജയിക്കുന്നവൻ ആ പേര് മായ്ച്ചു കളയാതെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 100 മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമെന്ന് യുനോ അച്ഛനും അമ്മയും ഒരു കുഞ്ഞിന് ഇത് പറയും. 100 മാർക്ക് വാങ്ങിച്ചാൽ ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. ഇനിയിപ്പോ അവസാനം ഒരു ഒരു കുട്ടി 100 മാർക്ക് വാങ്ങിച്ചു, മറ്റേ കുട്ടി 0 മാർക്ക് വാങ്ങിച്ചു. രണ്ടുപേർക്കും ഈ പേരൻസ് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ അത് ആ ജയിച്ച കുട്ടിക്ക് കൊടുത്ത പ്രോമിസ് എം ടി പ്രോമിസ് ആയിരുന്നു. ജയിക്കുന്നവന് നീ 100 മാർക്ക് വാങ്ങിച്ച ചോക്ലേറ്റ് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞു. മറ്റേ അപ്പം ഇങ്ങനെ ഇന്ന് പറഞ്ഞിട്ട് 1 മാർക്ക് വാങ്ങിക്കാത്തയാൾക്കും അതേ ഗിഫ്റ്റ് തന്നെ കൊടുക്കുവാണെങ്കിൽ അത് പിന്നെ യുനോ ഭൂമിയിലെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യായിരിക്കും. പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞ കർത്താവിന്റെ ഒരു പ്രോമിസ് ആണത് എന്നുണ്ടെങ്കിൽ അത് ജയിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാ എന്നുള്ളതാ നമ്മള്. അപ്പൊ അതുകൊണ്ട് യൂദാസിന്റെ പേര് മായ്ച്ചു കളയപ്പെട്ടതിന്റെ സൂചനയൊക്കെ നമ്മൾ അന്ന് ആ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ വെളിപാട് 21:8 ജയിക്കുക എന്നുള്ള വാക്കിന്റെ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനത് പെട്ടെന്ന് പറയുവാണെങ്കിൽ അപ്പോസ്തലർ 1-ാം അധ്യായത്തിൽ യൂദാസ് ഇസ്കരിയോത്തയുടെ ആ സ്ഥാനത്ത് വേറൊരാളെ അവർ തെരഞ്ഞെടുക്കുന്ന രംഗത്ത് സങ്കീർത്തനം കോട്ട് ചെയ്യുന്നുണ്ട്. ആ സങ്കീർത്തനം 69-ാമത്തെ സങ്കീർത്തനം എന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ അപ്പോസ്തലർ 1-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അവിടെ ആ സങ്കീർത്തനത്തില്, അതെ 69-ാം സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൽ യൂദാസിനെ കുറിച്ച് പറയുന്ന കാര്യത്തിന് തൊട്ട് മുമ്പാകെ അവന്റെ പേര് മായ്ച്ചു കളയപ്പെടട്ടെ എന്നുള്ളൊരു കാര്യവും അവിടെ പറയുന്നുണ്ട്. ആ സങ്കീർത്തനം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. 69-ാം സങ്കീർത്തനത്തിന്റെ 69-ാം സങ്കീർത്തനത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ 69 അതിന്റെ 28-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യമാണ് പത്രോസ് അവിടെ അപ്പോസ്തലർ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ കോട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം 69-ാം സങ്കീർത്തനം എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ 28-ാമത്തെ വാക്യത്തിൽ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു. 28-ാമത്തെ വാക്യം മലയാളത്തിൽ 28-ാമത്തെ വാക്യം തന്നെ ശരി, മലയാളത്തിൽ ഇംഗ്ലീഷിലും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ എന്ന് പറയുന്നത് യൂദാസിനെ കുറിച്ച് പറയുന്ന ആ കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ട് ശേഷം. അപ്പം യൂദാസിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ അവന്റെ പേര് മായ്ച്ചു കളയണമേ എന്നുള്ളൊരു പ്രവചനവാക്യമാണ് അവിടെ 69-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ. അപ്പം എന്നാൽ ജയിക്കുകയാണെങ്കിൽ കർത്താവ് കുറച്ചുകൂടെ കടുപ്പിച്ച് ഈ പേര് എഴുതി വെക്കുമെന്ന് പറയാം. അല്ലാത്തതിന്റെ ജയിക്കുന്നവനാണ് ആ പ്രോമിസ് കൊടുത്തിരിക്കുന്നത്. വെള്ളയുടുപ്പ് ധരിക്കും. തിരിച്ച് നമ്മൾ വെളിപാട് പുസ്തകം കറണ്ട് ലൊക്കേഷൻ എങ്ങോട്ട് വന്നു, വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. ജയിക്കുന്നവനാണ് വെള്ളയുടുപ്പ് കിട്ടുന്നത്. ജീവന പുസ്തകത്തിൽ അവന്റെ പേര് മായ്ച്ചു കളയത്തില്ല. അവന്റെ പേര് മറിച്ച് മായ്ച്ചു കളയാതെ എന്താ കർത്താവ് പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ഒക്കെ പേര് ഏറ്റുപറയും. അത്രമാത്രം അത്ര വലിയൊരു അഭിമാന നിമിഷമായിരിക്കും അത്. പിന്നെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലെ അടുത്ത സഭ എന്ന് പറഞ്ഞാല് മൊത്തം ലിസ്റ്റില് എത്രാമത്തെ സഭയാ? 6-ാമത്തെ സഭ, ഫിലാദൽഫിയ സഭ. ഫിലാദൽഫിയ സഭ കഴിഞ്ഞിട്ടാണ് ലവുദിക്ക സഭ. ഫിലാദൽഫിയ സഭയും സ്മിർണ സഭയാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചേർച്ചസ് ആയിട്ടുണ്ടായിരുന്നത്. അവരെ കുറിച്ച് കർത്താവിനൊന്നും നെഗറ്റീവായിട്ട് പറയാനില്ലായിരുന്നു. സ്മിർണ സഭയാവട്ടെ, ഫിലാദൽഫിയ സഭയാവട്ടെ. ബാക്കി 5 സഭകളെ കുറിച്ച് കർത്താവിന് പല കറക്ഷൻസ് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടെ വെളിപാട് 3-ന്റെ അതിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 7-13 എന്താ ഫിലാദൽഫിയ സഭയ്ക്കുള്ള ദൂതുള്ളത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എവിടെ ഓവർകം എന്നുള്ള വാക്ക് വരുന്നേ? നിക്കാവോ എന്നുള്ള വാക്ക് അതിന്റെ 12-ാമത്തെ വാക്യം കണ്ടോ? വെളിപാട് 3-ന്റെ 12 ഓവർകം എന്നുള്ള വാക്കുണ്ട് അല്ലേ? എന്താ അവിടെ പറയുന്നത്? ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. ഒരു ദിവസം ഒരു തൂണ് ഇവിടെ നിൽക്കുന്നത്, കുറെ കഴിയുമ്പോൾ ആ തൂണ് അവിടെ മാറി നിൽക്കുന്നത് പറയാൻ നമുക്കറിയാം. തൂണ് അങ്ങനെ മാറിപ്പോകത്തില്ല. തൂണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സഹോദരന് ഒരു ദിവസം ഒരു സഭയിലായിരിക്കും, പിറ്റേ ദിവസം വേറെ സഭയിൽ എവിടെ പോകുന്നു, പിന്നെ ഒരു വാണ്ടറായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. അവിടെ ആ സഹോദരന് തൂണൊന്നുമില്ല, മറിച്ച് ഒരു വാണ്ടറാണ്. അത് ഇവിടെ എവിടെയൊക്കെ തെന്നിമാറി പോയിക്കൊണ്ടിരിക്കുക. ഒരു കൺവിക്ഷനോ ബോധ്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ ജീവനുള്ള സഭയിൽ ഒരു തൂണാക്കും എന്ന് പറഞ്ഞാൽ ഇത് അവിടെ തന്നെ ഉണ്ട്, ഉറച്ചു നിൽക്കും. തൂണ് മറ്റുള്ളവരുടെ ഈ
പില്ലറും ബീമുമാണ് നമ്മുടെ കെട്ടിടത്തിന്റെ ഭാരമെല്ലാം ചുമക്കുന്നത്. പില്ലേഴ്സ് ആൻഡ് ബീംസ്. ഈ കെട്ടിട പണിയൊക്കെ കഴിയുന്ന വേളയിലായി എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലായി തുടങ്ങിയത്. പില്ലേഴ്സും ബീംസിലുമാണ് ഇതെല്ലാം പണിതെടുക്കുന്നതെന്ന, കുറച്ച് സ്ട്രോങ് ആയിട്ട് അവർ പണിയുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ പില്ലറും ബീമുമാണ്. പില്ലറ് പിന്നെ ബീംസ് അങ്ങോട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, വെർട്ടിക്കൽ ആയിട്ടുള്ള പില്ലേഴ്സ്, ഹൊറിസോണ്ടൽ ബീംസ്, അതാണ് കോൺക്രീറ്റ് ചെയ്ത് ഈ ഇതിന്റെയൊക്കെ ബാക്കിയെല്ലാം കട്ട കെട്ടി മറച്ചിരിക്കുന്നു. ഇതിന്റെ വെയിറ്റ് എല്ലാം ഈ പില്ലേഴ്സും ബീംസും ആണ് എടുക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, പില്ലറാക്കും എന്ന് പറയുമ്പം മറ്റ് സഹോദരങ്ങളുടെയും ഭാരം വഹിക്കുന്നു. മറ്റ് സഹോദരങ്ങൾ എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഹൗസിലേക്ക് ഇഷ്ടം മഴ പെയ്തപ്പോൾ നമ്മുടെ അജുവേറും സജുവേറും എല്ലാം ഓടി നടന്ന അവർക്ക് കുടയോ റെയിൻകോട്ടോ ഏതാണ്ടൊക്കെ വായിക്കൂ എന്നുവെച്ചാൽ ബാക്കിയുള്ളവരുടെ ഭാരം വഹിക്കുന്ന, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് പ്രായോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സ്, അത് ആ തൂണ് മറ്റുള്ളവരുടെയും ഭാരം വഹിക്കുന്ന, പ്രാർത്ഥനയിൽ ഭാരം വഹിക്കുന്ന, പ്രായോഗികമായ പല കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്യുന്നു, അങ്ങനെ തൂണാക്കും. അവർ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല, അവിടെ തന്നെ കാണും. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. എന്തൊക്കെ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തൊക്കെ എഴുതി വെക്കുന്നേ? എൻ്റെ ദൈവത്തിന്റെ നാമം, പിതാവിന്റെ നാമം എഴുതും. എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ, ദൈവത്തിന്റെ പക്കൽ നിന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം. പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ കാന്തയാണ്. ആ കാന്ത, ആ പുതിയ നഗരം, പുത്തൻ യെരൂശലേം ആകുന്ന കാന്തയുടെ നാമം. അങ്ങനെ ജയിക്കുന്നവരാണ് കാന്തയായിട്ട് തീരുന്നേ. പിന്നെന്താ, എൻ്റെ പുതിയ നാമം, ഒരു ഹെവൻലി ബ്രൈഡ് ഗ്രൂമായിട്ട്, ആത്മീയ മണവാളനായിട്ട് കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളപ്പം കർത്താവിന്റെ ഒരു പുതിയ നാമം, ഫ്രഷ് ആയിട്ട് യേശുവിനെ കുറിച്ചുള്ളൊരു റെവലേഷൻ, അതെല്ലാം നമ്മളുടെ നെറ്റിമേൽ എഴുതും എന്ന് പറയുമ്പോൾ ഞാൻ അവന്റെ മേൽ എഴുതും. ഐ വിൽ റൈറ്റ് ഓൺ ഹിം. അത് നമ്മളിവിടെ വായിക്കുന്നത് വിച്ച് കംസ് ഫ്രോം ദ ഫാദർ ആൻഡ് മൈ ന്യൂ നെയിം ഐ വിൽ റൈറ്റ് ഓൺ ഹിം. നമ്മളുടെ മേൽ എഴുതും എന്ന് പറയുമ്പം നമ്മളുടെ മേൽ ഇപ്പം നമ്മുടെ നെറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എഴുതി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ കാണുന്നവരെല്ലാം ഈ എഴുതിയത് വായിക്കും എന്ന് പറയുന്നത് പോലെ പിതാവിന്റെ നാമം, പുത്തൻ യെരൂശലേമിന്റെ നാമം, യേശുവിന്റെ നാമം ഒക്കെ നമ്മുടെ നെറ്റിമേൽ എഴുതി വെക്കുമ്പോൾ നമ്മളെ കാണുന്നവർക്ക് പിതാവിന്റെ ആ സ്വഭാവം കാണാനൊക്കുന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ ശിഷ്യന്മാരാണ് നമ്മള്. യോഹന്നാൻ 14:9 വാക്യത്തില് ആരോടാ പറഞ്ഞേ? ഹി ഹു ഹാസ് സീൻ മീ ഹാസ് സീൻ മൈ ഫാദർ ഓൾസോ. ഫിലിപ്പിനോട് പറഞ്ഞു അല്ലേ ജീസസ്. അപ്പം അതാ യേശു പിതാവിന്റെ നാമം എഴുതുക എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഒരു പിതാവിന്റെ സ്വഭാവം, ഒരു പിതാവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കരുതുന്നവനാ. അവന് ബാക്കിയുള്ള കൂട്ടു സൗകര്യങ്ങളെ കുറിച്ച്, അവന്റെ ക്ഷേമം, അവരെങ്ങനെ ആയിരിക്കുന്നു, അവരെ കുറിച്ചുള്ളൊരു ഭാരം, അവരുടെ ആത്മീയ വളർച്ച, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ആ ഒരു പിതാവിന്റെ നാമം. അപ്പൊ ഒരു പിതാവിന്റെ സ്നേഹവും ആ ഒരു പക്വതയൊക്കെ, അത് പിതാവിന്റെ നാമം നമ്മളുടെ മേൽ. ജയിക്കുന്നവനാ ഇതെല്ലാം എഴുതുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ജയിക്കുന്നവന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ, പിതാവിന്റെ നാമം എഴുതും. പുത്തൻ യെരൂശലേം, പുത്തൻ യെരൂശലേം ആകുന്ന കാന്തയുടെ നാമം, ആ ഒരു കാന്ത, മണവാളനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു കാന്ത. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അല്ല. ശരിയാണ്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നു, കൊടുക്കുന്നു, ഇടപഴകുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ ദൈവം തരുന്നൊക്കെ പ്രാപ്തിക്കനുസരിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ നമ്മളുടെ കണ്ണെപ്പോഴും, കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കണ്ണെപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് ഉയരത്തിലേക്ക്, കർത്താവിങ്കിലേക്കാണ് ഉള്ളത്. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നതിനായ യേശുവിങ്കിലേക്ക്, അല്ലാതെ ഈ ഭൂമിയിലുള്ള കാര്യത്തിലേക്ക് കണ്ടു നട്ടുകൊണ്ടിരിക്കുന്നത് അത് അത് കർത്താവിന്റെ ശിഷ്യന് ചേർന്ന കാര്യമല്ല. അപ്പം ഉയരത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു കാന്ത, എൻ്റെ മണവാളിൽ എന്ന് മേഘ വരും എന്ന് കാത്തിരിക്കുന്ന ഒരു കാന്ത, ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, അവളെ വളരെ സ്നേഹിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരു വിവാഹ ദിനത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ മണവാൾ, എൻ്റെ ബ്രൈഡ് ഗ്രൂം എപ്പം വരും, എപ്പം ചിലപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്തായിരിക്കും കല്യാണം നടക്കുന്നത്. അപ്പോൾ എന്ന് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറും, എപ്പം വരും, എവിടെ എത്തി, എയർപോർട്ടിലെത്തിയോ, അതോ എവിടെ വീട്ടിലെത്തിയോ, ആ ഒരു കാത്തിരിക്കുന്ന ഒരു കാന്തയുടെ ഒരു ആത്മാവ്, എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള അതാ കാന്തയുടെ നാമം എഴുതി പറയുമ്പോൾ നമ്മളെ കാണുന്നവർക്ക് യേശുവിൻ്റെ കാന്തയുടെ ആ ഒരു കർത്താവിനെ അതുപോലെ പൂർണ്ണതയോടെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന് നമ്മളെ അടുത്തിടപഴകുന്നവർക്ക്, നമുക്ക് ചിലപ്പം ബാക്കിയുള്ളവരുടെ മുമ്പ് ഭയങ്കര സ്നേഹം അഭിനയിക്കാനൊക്കെ, എന്നാൽ നമ്മളോട് അടുത്തിടപഴകുന്നവർക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അപ്പനമ്മമാർക്ക്, നമ്മുടെ അയൽവക്കത്തുകാർക്കൊക്കെ എന്തോ വ്യത്യാസമുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം
ഇനോ ഇന്ന് ഈ ന്യൂസ് അയച്ച് ഈ ഞങ്ങളുടെ ഹോസ്റ്റൽ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേര്, ഒത്തിരി അക്രൈസ്തവരായ ആൾക്കാർ തന്നെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പന്റെ കാര്യങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കാര്യവും ആ ആ ഒരു ആ ഒരു ദൈവനിയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരുടെ, ഞങ്ങളുടെ ബന്ധുക്കളുടെയും അയൽവക്കത്തുകാരുടെയും ഒക്കെ വായിൽ നിന്ന് അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിന്റെ വാക്കുകളും ഒക്കെ കേൾക്കാനിടയായി. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വെച്ചാല് നമ്മൾ പറയുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് പറയുമോ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നുള്ള രീതിയിൽ. അപ്പൊ അത് വളരെ സന്തോഷം തോന്നി. വെച്ചാല് നമ്മുടെ ജീവിതം കർത്താവിനുള്ളതാണെന്ന് അവര് കണ്ടിട്ടുള്ളത് കൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ഇത് കർത്താവിൻ്റെതായിട്ടുള്ളൊരു ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ വേഴ്സസ് ഫ്രെയിം ഒക്കെ എല്ലാം സ്ക്രൂ ചെയ്യാനും പിൻ ചെയ്യാനും ഒക്കെ നമ്മുടെ പണിക്കാരായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ ഇവിടെ വർക്കേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പണിപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവരെത്ര ഈന അത് അത് ക്രൈസ്തവരായിട്ടുള്ള അവരൊക്കെ തന്നെ അത് വായിച്ചിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്, ഒരു സാന്ത്വനമുണ്ട് എന്നൊക്കെ പറയാനൊക്കെ ഇടയായതൊക്കെ വളരെ മൂവിങ് ആൻഡ് ടച്ചിങ് ആയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എന്താ നമ്മളെ കാണുന്നവർക്ക് ഒരു കാന്തയെ കാണുന്നു, കർത്താവിന്റെ കാന്തയാണ് നമ്മളെ കാണുന്നവർക്ക്, അല്ലെങ്കിൽ പിതാവിനെ നമ്മളെ കാണുന്നവർക്ക് പിതാവിനെ കാണാൻ സാധിക്കുന്നു, യേശുവിന്റെ കാന്തയെ കാണാൻ സാധിക്കുന്നു, പിന്നെ യേശുവിനെ തന്നെ കാണാൻ സാധിക്കുന്നത്. അതായത് യേശുവിന്റെ പുതിയ പേരും കൂടി എഴുതി വെക്കുന്ന അവിടെ എഴുതിയേക്കുന്നത്. ജയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങളെയൊക്കെ നമ്മൾ ജയിക്കുമ്പോൾ, അങ്ങനെ ലോകത്തെയും ജഡത്തെയും പിശാചിനെയൊക്കെ നമ്മൾ ജയിക്കുമ്പോൾ അവിടെ അവിടെ എന്താ, അവിടെ കർത്താവിന്റെ ഗിഫ്റ്റായിട്ട് നമുക്ക് പിതാവിന്റെ സ്വഭാവവും കാന്തയുടെ സ്വഭാവവും യേശുവിന്റെ സ്വഭാവവും ഒക്കെ, അതെല്ലാം ഒരു സ്വഭാവം തന്നെ. എന്നാൽ അത് അതിന്റെ പല ആംഗിൾസിൽ നിന്ന് ആ കാര്യങ്ങൾ പറയുക, പല കോണുകളിൽ നിന്ന് അങ്ങനെയുള്ള സ്വഭാവം നൽകുന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം, അതിന്റെ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില്ല, പിന്നെ 2 തവണ ജയിക്കുക ജയിക്കുക എന്നുള്ള വാക്ക് പറയുന്നത് എന്താ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. കർത്താവിന്റെ കൂടെ ആർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും ഇപ്പൊ ഒരു ഇന്നലെ പറഞ്ഞ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ചെല്ലുന്ന മണവാളൻ ചെന്നിരിക്കുന്നു, ആരെങ്കിലും ചെന്ന് മണവാട്ടിയുടെ സ്ഥാനത്ത് ചെന്നിരിക്കാൻ പറ്റുമോ? മണവാട്ടിക്ക് മാത്രമേ മണവാളിനിരിക്കുന്ന ആ സിംഹാസനത്തിൽ, ആ വലിയ കസേരയിൽ ചെന്ന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ മണവാട്ടിയായിട്ട് ഇരിക്കാൻ വരം നൽകും എന്നുള്ള കാര്യം. അപ്പം എല്ലാവരും, എല്ലാ വിശ്വാസികളും കാന്തയായിട്ടായി തീരത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ അവിടെ കാണുന്നത്. കർത്താവിൻ്റെ ഒരു നീതിയാണ് വെച്ചാൽ അതുപോലെ കർത്താവിനോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളവർക്ക് അതുപോലൊരു റിവാർഡ്, കർത്താവിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഇരിക്കുവാനുള്ളൊരു അവസരം. ബാക്കിയുള്ളവർക്ക് ഒരു 60%, 30% ഉള്ളവർക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു 30% എങ്കിലും അവർ കഷ്ടിച്ചെങ്കിലും പാസ്സായെങ്കിൽ അവിടെ ഉണ്ട്. എന്നാൽ അവസാനം വരെ വിശ്വാസം നിലനിൽക്കുന്നവര്, അവസാനം വരെ വിശ്വാസത്തിലും സ്നേഹത്തിലൊക്കെ നിലനിൽക്കുന്നവരെ രക്ഷിക്കപ്പെടും. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്ന മത്തായി 24-ന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നത്. എന്നാൽ പിന്നെ വിശ്വാസത്തിൽ വീണു പോകുന്നവര് ഒക്കെ വിശ്വാസത്യാഗം സംഭവിക്കും അവസാന കാലത്ത് എന്നൊക്കെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതാ എന്താ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. എന്തുകൊണ്ടാ? ഞാനും ജയിച്ചാണ് പിതാവിന്റെ കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജയിക്കുവാണെങ്കിൽ, മലയാളത്തിലാ ഞാനും ജയിച്ചെൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന് പറയുമ്പോൾ, ജസ്റ്റ് ഐ ഓൾസോ ഓവർകെയിം, ഞാനും ജയിച്ച്, ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹി ഹു ഓവർകംസ് ഐ വിൽ ഗ്രാന്റ് ഹിം ടു സിറ്റ് ഡൗൺ വിത്ത് മീ ഓൺ മൈ ത്രോൺ ആസ് ഐ ഓൾസോ ഓവർകെയിം ആൻഡ് സാറ്റ് ഡൗൺ വിത്ത് മൈ ഫാദർ ഓൺ ഹിസ് ത്രോൺ എന്ന് പറഞ്ഞാൽ, പിതാവ് പിതാവിന്റെ ത്രോണില്, പിതാവിന്റെ സിംഹാസനത്തില് ഞാൻ എങ്ങനെയാ ഇരുന്നത്? ഞാൻ ജയിച്ചാണ് ഇരുന്നത്. കർത്താവിന് എന്തെങ്കിലും ജയിക്കേണ്ടത്? കർത്താവ് എല്ലാം ഓൾറെഡി ജയാളിയല്ലേ, കർത്താവിന് ഇപ്പൊ എന്തോ ജയിക്കാനുള്ളത്? അല്ല, അങ്ങനെയല്ല. കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് തന്നെ ഒഴിച്ച് കർത്താവ് എംപ്റ്റി ചെയ്ത് വന്നു എന്നൊക്കെ ഫിലിപ്പ് 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ഒരു സർവ്വശക്തിയുള്ള സർവജ്ഞാനായിട്ടുള്ള ഒരു ദൈവമായിട്ടല്ലേ ഈ ഭൂമി ജീവിച്ച്, മറിച്ച് കർത്താവ് ദൈവം തന്നെ. എന്നാ അതുകൊണ്ട് കർത്താവ് ആരാധന സ്വീകരിച്ച് കർത്താവ് ദൈവമായിരുന്നതുകൊണ്ട്, എന്നാൽ കർത്താവ് എന്താ, കർത്താവ് ഒരു മനുഷ്യനായിട്ട് മനുഷ്യന്റെ പരിമിതികളിൽ കർത്താവ് ജീവിച്ചു.
അങ്ങനെ എന്താ നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടും കർത്താവ് ജയിച്ചു, ലോകത്തെ ജയിച്ചു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഐ ഹാവ് ഓവർകം ദ വേൾഡ് എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന് 33 വാക്യത്തില് ജീസസ് സേസ് ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപമാണെന്ന് അതേ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 2:16 എഴുതി വെച്ചിട്ടുണ്ട്. കൺമോഹം ജഡമോഹൻ ജീവിതത്തിലെ പ്രതാപം, മണി, ഓണ, പ്ലഷേഴ്സ്, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, ഇതെല്ലാം ഓവർകം ചെയ്തു കർത്താവ് പിതാവിന്റെ സിംഹാസനത്തിൽ അങ്ങ് കയറിയിരുന്നു. ഞാൻ തൃത്വത്തിൽ രണ്ടാമനാണ്, അതുകൊണ്ട് ഞാൻ പിതാവിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു എന്നല്ല പറയുന്നത്. കർത്താവ് തൃത്വത്തിൽ രണ്ടാമനാണ്, പിതാവിനോട് സമനാണ് എന്ന് അതെല്ലാം ഒഴിച്ച് അതെല്ലാം എംപ്റ്റി ചെയ്ത് കർത്താവ് ഒരു മനുഷ്യനായിട്ട് പിന്നെ അതെല്ലാം ജയിച്ച് കർത്താവ് പിതാവിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുക. ജയിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. വെറുതെ ഇപ്പൊ ചിലരുണ്ടല്ലോ, ഇത് ആശ്രിത നിയമനം, പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞതുപോലെ ആരുടെയോ ഭർത്താവോ ഭാര്യയോ മരുമോനോ മരുമോളോ കൊച്ചുമോനോ ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും സീറ്റ് കയറിയിരിക്കുകയല്ല, മറിച്ച് ക്വാളിഫിക്കേഷനോട് കൂടി കയറിയിരിക്കുക എന്ന് പറഞ്ഞാല് കർത്താവ് ഇതുപോലെ എല്ലാം പഠിച്ച് PSC എല്ലാം അതുപോലെ പഠിച്ച് പാസ്സായി, അല്ലാതെ എങ്ങനെയോ ലിസ്റ്റ് കയറി പറ്റിയതല്ല, മറിച്ച് രാഷ്ട്രീയ സ്വാധീനത്തിൽ കയറി പറ്റിയതല്ല, മറിച്ച് ജയിച്ച് കർത്താവ് എന്ന പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ജയിച്ചതുപോലെ തന്നെ നിങ്ങളും ജയിക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കാൻ വരം നൽകും, കാന്തയായിട്ടിരിക്കാൻ വരം നൽകും. അവിടെ ആ വാക്യത്തില് പച്ച മലയാളത്തിലും പച്ച ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ അവിടെ 2 തവണ ജയിക്കുക എന്നുള്ള വാക്ക്. അപ്പം അങ്ങനെ ജയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. 28 തവണ ഈ ജയിക്കുക 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 എന്ന് എഴുതിയിരിക്കുന്നു. അതിൽ 16 തവണ ഈ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ 8 തവണ ഈ 2-3 അധ്യായങ്ങളിൽ തന്നെ വേറെ അപ്പം വേറെ ബാക്കിയുള്ള അധ്യായങ്ങളിൽ 8 തവണ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം കർത്താവിന് നമ്മളോട് എന്താ പറയാനുള്ളത്? നമ്മൾ ജയിക്കുന്നവരാകുക. എല്ലാം നമ്മളുടെ പരാതിയും പെറുവെറുപ്പും അസൂയയും അശുദ്ധിയും നമ്മളുടെ അക്ഷമയും നമ്മളുടേതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജയിക്കുവാൻ ആയിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇവിടെ കയറി വരിക, ജയിക്കുക. അങ്ങനെ ജയിക്കുന്നവന് ഇതെല്ലാം ഇൻഹെറിറ്റൻസ് ആയിട്ട് ലഭിക്കും. എന്താ ഈ പുതിയ ആകാശം പുതിയ ഭൂമി എല്ലാം അവൻ്റെ ഈ ജയിക്കുന്നവനാണ്. അപ്പം ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. അത് വളരെ ആശാവഹമായ കാര്യമാണ്. നമ്മൾ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ എവിടെ എത്തി? തിരിച്ച് നമ്മൾ വെളിപാട് 21-ന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 21-ന്റെ 8-ാമത്തെ വാക്യം നമുക്കിപ്പം അജ്ബേറെ ഇപ്പം ഡിസ്പ്ലേ ചെയ്യാൻ അവൈലബിൾ ആയോ ബ്രറെ? വാക്യം 8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. മുൻവാക്യത്തിൽ പരാമർശിച്ച ജയാളികളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളുടെ പട്ടികയാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ജയാളികളാകാത്തവരാണ് ഇവർ. തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്ന 8 തരം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടികയിൽ ആദ്യം വരുന്ന ആളുകളെ ശ്രദ്ധിക്കുക. നാം ആണെങ്കിൽ കുലപാതകന്മാരെ ആയിരിക്കും പട്ടികയിൽ 1-ാമതായി പറയുന്നത്. പക്ഷെ ഇവിടെ കുലപാതകന്മാർ 4-ാമതും ദുർനടപ്പുകാർ 5-ാമതും മാത്രമേ വരുന്നുള്ളൂ. പട്ടികയിൽ ഒന്നാമത്തേത് ഭീരുക്കളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പേടിച്ച് ഒത്തുതീർപ്പുകാരായി തീരുന്നവരാണ് അവർ. എങ്കിലും ഒരു ചുവട് വെക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ചുവട് വെക്കുന്നതിന് മുൻപ് ഞാൻ അങ്ങനെ ചെയ്താൽ ഇന്നാരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് സ്വയം ചോദിക്കുന്ന ആളുകളാണ് ഇവർ. കുലപാതകവും ദുർനടപ്പും മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, ഭീരുത്വത്തിൽ നിന്നും നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവം ഇത് വെറുക്കുന്നതിന് കാരണം ഇത് വിഗ്രഹാരാധനയാണ്, സൃഷ്ടിയെ ആരാധിക്കലാണ്, മനുഷ്യരുടെ മാനം തേടുന്നതാണ്, ദൈവത്തെക്കാൾ ഏറെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നതാണ്. ഇവിടെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 8 പാപങ്ങളെയും
അതിജീവിച്ചവരാണ് ജയാളികൾ. എല്ലാറ്റിലും ആദ്യമായി അവർ ഭീരുത്വത്തെ അതിജീവിക്കുന്നു. പട്ടികയിൽ രണ്ടാമത് കാണുന്നത് അവിശ്വാസികൾ ആണ്. ഇതിന് രണ്ട് അർത്ഥമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവർ എന്നും ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കാത്തവർ എന്നും. ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ട് നാം അത് വിശ്വസിക്കാതിരുന്നാൽ അത് ദൈവത്തെ അപമാനിക്കലാണ്, അത് പാപമാണ്. മൂന്നാമത്തേത് അറയ്ക്കപ്പെട്ടവർ ആണ്. മോശമായ മൃഗങ്ങൾ പോലും ചെയ്യാത്ത ലൈംഗിക വൈരുദ്ധ്യങ്ങളിൽ മുഴുകുന്നവരാണ് ഇവർ. നാലാമത്തേത് കൊലപാതകന്മാർ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. തന്റെ സഹോദരന്മാരെ ദ്വേഷിക്കുന്നവർ ഒടുവിൽ തീപ്പൊയ്കയിൽ വീഴും. അഞ്ചാമത്തേത് ദുർനടപ്പുകാർ. ഇവർ ഈ മേഖലയിൽ പരസ്യമായി പാപം ചെയ്യുന്നവർ ആകണം എന്നില്ല. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലൈംഗിക നിർമോഹങ്ങളെ ഒഴിവാക്കുവാൻ കണ്ണ് ചൂഴ്ന്നു കളക, കരം വെട്ടിക്കളയുക എന്നിങ്ങനെയുള്ള മൗലികമായ നിലപാടുകൾ എടുക്കാത്തവരാണ് അവർ. ആറാമത് ക്ഷുദ്രക്കാർ. മന്ത്രവാദം, ജ്യോതിഷം, നക്ഷത്രഫലം, ഹസ്തരേഖാശാസ്ത്രം, ഫലം പ്രവചിക്കുന്ന സാത്താന്യ കളികൾ എന്നിവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവരാണ് അവർ. ക്ഷുദ്രക്കാർ എന്നതിന്റെ എബ്രായ പദം ഫാർമക്യൂസ് എന്നാണ്. ഈ പദത്തിൽ നിന്നാണ് മരുന്നുകളെ സൂചിപ്പിക്കുന്ന ഫാർമസി എന്ന പദത്തിന്റെയും നിഷ്പത്തി. അതുകൊണ്ട് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരെയും ഈ പദത്തിന്റെ അർത്ഥപരിധിക്കുള്ളിൽ ഉൾക്കൊള്ളിക്കാം. ഏഴാമത്തേത് ബിംബാരാധികൾ. ദൈവത്തെക്കാൾ എന്തിനെങ്കിലും ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവര് ആണ് ഇവർ. പണം, സുഖം എന്നിങ്ങനെ ലോകത്തിൽ ഉള്ള എന്തിനെ എങ്കിലും ആരാധിക്കുന്നവരാണ് ഇവർ. ഒടുവിൽ എട്ടാമതായി പട്ടികയിൽ കാണുന്നത് ഭോഷ്ക് പറയുന്ന ഏവരും ആണ്. മറ്റ് 7 കൂട്ടരെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഏവരും എന്ന പ്രയോഗം അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭോഷ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭോഷ്ക് പറയുന്ന ഏവരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? കാരണം ഭോഷ്ക് പലതരത്തിലുണ്ട്. കറുത്ത കള്ളം, വെളുത്ത കള്ളം എന്നിങ്ങനെ. വെളുത്ത കള്ളം അല്ലെങ്കിൽ ചെറിയ കള്ളം പറയുന്നവർ ഈ വാക്യം കറുത്ത കള്ളം അല്ലെങ്കിൽ വലിയ കള്ളം പറയുന്നവരെ ഉദ്ദേശിച്ചാണെന്ന് ധരിച്ചാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു ഭോഷ്ക് പറയുന്ന ഏവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഭോഷ്ക് പറയുന്ന ഏവരും അത് ചെറുതോ വലുതോ ഇടത്തരമോ ഏതും ആയിക്കൊള്ളട്ടെ, തീപ്പൊയ്കയിൽ ദഹിപ്പിക്കപ്പെടും. ഭോഷ്ക് നമ്മുടെ ജഡത്തിൽ വളരെ ആഴത്തിൽ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ തന്നെ മുഴു ഹൃദയത്തോടെയും ശുദ്ധീകരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളിപ്പോ വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം ഇപ്പം വായിക്കുകയും സൈക്ഫനും ബ്രദറിന്റെ അന്തിമ വിജയം എന്നുള്ള പുസ്തകത്തിന്റെ അതേ കറസ്പോണ്ടിങ് പോർഷൻ നമ്മളിപ്പം വായിക്കുകയും ചെയ്തല്ലോ. വെളിപാട് പുസ്തകം 21ന്റെ 8ാമത്തെ വാക്യം എന്താ വായിക്കുന്നേ? എന്നാൽ എന്ന് പറയുമ്പം ബട്ട്, അത് മുമ്പെയുള്ള വാക്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവന് ഇതെല്ലാം അവകാശമായിട്ട് ലഭിക്കും, പിന്നെ ജയിക്കാത്തവനോ എന്തുവാന്നുള്ള കാര്യം. അപ്പൊ ഈ ജയിക്കാത്തവർക്ക് പട്ടികയായി പറയുന്ന കാര്യങ്ങൾ 8 കാര്യങ്ങൾ നമ്മൾ 8 പേരുടെ ഒരു ലിസ്റ്റ് നമ്മൾ കണ്ടു. എന്തൊക്കെയാ ആ ലിസ്റ്റില്? ഒന്നാമതായിട്ട് നമ്മളിപ്പം വായിച്ചു കേട്ടതുപോലെ ഒന്നാമതായിട്ട് നമ്മളാണെങ്കിൽ എന്താ കൊലപാതകങ്ങളോ ദുർനടപ്പുകാരെയൊക്കെ ആദ്യം ഉൾപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തില് ദൈവം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് എന്താ ആദ്യം എഴുതിയിരിക്കുന്നത്? ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, അബോമിനബിൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും. മറ്റുള്ളവർക്കൊന്നും ഏവർക്കും എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ ഭോഷ്ക് പറയുന്ന ഏവർക്കും എന്ന ഓൾ ലയേഴ്സ്
ഇവർക്കുമുള്ള ഓഹരി, അവർക്കും ഒരു ഓഹരിയുണ്ട്. എന്താ? തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലാണെന്ന് മാത്രം. അത് രണ്ടാമത്തെ മരണമാണ്. ദിസ് ഇസ് സെക്കൻഡ്. അത് തീപ്പൊയ്ക, അതാണ് രണ്ടാമത്തെ മരണം എന്ന വെളിപാട് 20-ന്റെ 14 വാക്യം. വെളിപാട് 20-ന്റെ 14 വാക്യത്തിലും മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ആദ്യത്തെ മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഭൗതികമായിട്ട് മരിക്കുന്നു, പിന്നെ നിത്യമായിട്ട് അവനെ നിത്യമായിട്ടുള്ള ആ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ അവിടെ ആർക്കൊക്കെയാ ഓഹരി കിട്ടുന്നത്, ആർക്കൊക്കെയാ അവിടെ ഇൻഹെറിറ്റൻസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഭോഷ്ക് പറയുന്നവര്. ഭോഷ്ക് പറയുന്നവരെന്ന് പറയാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഓർഡർ തന്നെ പറയുവാണെങ്കിൽ ഭീരുക്കൾ. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ തീപ്പൊയ്ക്ക് തള്ളിയിടും എന്നുള്ള രീതിയിൽ അതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കരുത്. എന്നാൽ നമ്മള് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണെങ്കിൽ പോലും പല ഭീരുത്വത്തിന്റെ കാര്യങ്ങളിൽ നമ്മള് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എൻ്റെ അച്ഛനെന്ത് വിചാരിക്കും, അമ്മയെന്ത് വിചാരിക്കും, അമ്മാച്ചനെന്ത് വിചാരിക്കും, അമ്മായിയപ്പനെന്ത് വിചാരിക്കും, അമ്മായിയമ്മയും അളിയനെ എന്ത് വിചാരിക്കും, അയൽവക്കത്തുകാരെന്ത് വിചാരിക്കും, ബോസ് എന്ത് വിചാരിക്കും, കീഴെയുള്ളവർ എന്ത് വിചാരിക്കും, നിലയുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ ലോകത്തിലുള്ള മറ്റുള്ളവരെല്ലാം എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കും. എന്നാൽ ദൈവം എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കത്തുമില്ല. അപ്പോൾ കർത്താവ് എന്ത് വിചാരിക്കുന്നു ചിന്തിക്കാതെ അവരെന്ത് പറയും, ഇവരെന്ത് പറയുമെന്നും പറഞ്ഞ് ആൾക്കാരെ പേടിച്ച് അവര് എന്താ ഒത്തവേഷം കെട്ടി ഒത്തുതീർപ്പ് കോംപ്രമൈസേഴ്സായി അവരുടെ ഇപ്പം ദൈവവചനത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം ബോധ്യം തരുന്നിട്ടും അയ്യോ എന്നാലും ബാക്കിയുള്ളവരെ കളിയാക്കും, എൻ്റെ കൂട്ടുകാരനെ കളിയാക്കും, നാട്ടുകാരനെ കളിയാക്കും, അവരെന്നെ അയ്യോ ഇവനെന്തോ വലിയ പരിശുദ്ധം വന്നേക്കുന്നു, ഇവനെന്തോ വലിയ പുണ്യവാളനാണോ എന്നൊക്കെ ചോദിക്കുക. അവരെന്നെ ഇരട്ട പേര് വിളിക്കും. അപ്പൊ അവരുടെ കൂടെ എനിക്ക് കറങ്ങി നടക്കാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവരുടെ ആ ഒരു പിയർ പ്രഷർ കൊണ്ട്, അവരുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളത് എന്ത് പറയും, എല്ലാവരുടെയും ഗുഡ് ബുക്കിലാവാൻ വേണ്ടിയൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ബോധ്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്, തൃണവത്ഗണിച്ചുകൊണ്ട്, പുല്ലുപോലെ ധരിച്ചുകൊണ്ട്, പുല്ലുപോലെ കരുതിക്കൊണ്ട് അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അവർ വീണ് 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 അങ്ങനെ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ഒരു സുപ്രഭാതത്തിലായിട്ട് സന്ധ്യയ്ക്കാവട്ടെ ഏതായാലും അവരുടെ വിശ്വാസത്തിൽ തന്നെ അവരങ്ങ് വീണ് പോയി, ആ റെഡ് ലൈനും ക്രോസ് ചെയ്തങ്ങ് പോയിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ഭീരുക്കൾ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭീരുത്വം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയ്യോ ഞാൻ ദീപയ്ക്ക് പോകുന്നു പറഞ്ഞാലും എന്താണ് ഒരു കുറ്റബോധത്തിലായി പോകരുത്. എൻ്റെ ഒരു ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ദൈവവചനം വളരെ ശക്തിയോടൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അപ്പം വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവർ അത്ര ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പലപ്പോഴും എന്നെ കൺസൾട്ട് ചെയ്യുന്നവർ പലരും ഈവൻ വിശ്വാസികളായിട്ടുള്ള പലരും എന്നെ വന്ന് കൺസൾട്ട് ചെയ്യാൻ, ഡോക്ടർ എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയോ, എനിക്കറിയത്തില്ല, എനിക്ക് ഈ പാപം സംഭവിച്ചു, എനിക്ക് ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കുറച്ചൊരു ഓവറായിട്ട് കാര്യങ്ങൾ എടുത്ത് ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അപ്പം അവരെ കൊണ്ട് ഉദ്ദേശിച്ച് പറയും, അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണു എന്നുണ്ടതുകൊണ്ടല്ല ദീപയ്ക്ക് പോകുന്നത്, മറിച്ച് പാപത്തിൽ വീണ് 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 ഒരു മാനസാന്തരത്തിന് ഒരു ആഗ്രഹവും ഇല്ല, ദൈവത്തെ മറുതലിച്ച് അങ്ങനെ അങ്ങനെ പോയി 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 ഒരു റെഡ് ലൈൻ, അത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, എപ്പോഴും പിന്നെ അങ്ങ് തിരിച്ചു വരാൻ പറ്റാതെ വണ്ണം അങ്ങ് കഠിനപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാം എന്നുള്ളൊരു വാർണിംഗ്, എന്നൊരു മുന്നറിയിപ്പ് ദൈവജനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഭീരുക്കൾ ഞാൻ അത്രയൊന്നും ഭീരുവല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മള് ഒരു കംപ്ലേസന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലേസന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള അവസ്ഥയിൽ തന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകരുത്. മറിച്ച് കർത്താവെ ആ തീപ്പൊയ്കയിൽ കിടക്കുന്നവരുടെ അതിനെ അവര് തീപ്പൊയ്കയിലോട്ട് തള്ളിയിട്ട് ആ ഭീരുത്വത്തിന്റെ ഒരു അംശം പോലും എന്നിലുണ്ടാവരുത്. കാരണം കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് എന്താ ആത്മാവാ? ഭീരുത്വത്തിന്റെ ആത്മാവിനെയാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാം. The Lord has not given us a spirit of timidity, but of power, love and discipline or a sound mind എന്നുള്ള വാക്യം എവിടെ എഴുതിയിരിക്കുന്നേ? ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ, 2 Timothy chapter 1 verse 7. അതൊരിക്കലും മറക്കരുത്. എസ്പെഷ്യലി ചെറുപ്പക്കാരായിരിക്കുന്നവർക്ക്, വയസ്സേലുന്നവർക്കും ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മളത് ഓവർകം ചെയ്തില്ലെങ്കിൽ വയസ്സ് തന്നാലും ആ ഒരു ടിമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കാണും. നമ്മുടെ എല്ലാവരുടെയും ജഡത്തിൽ ബേസിക്കലി ഉള്ള ഒരു സ്വഭാവമാണ് ഭീരുത്വം. ഇപ്പം
പലരും ഒക്കെ വളരെ ടെൻഷനും ഭീരുത്വം ടിമിഡിറ്റി ആയിട്ട് എന്നെ വന്ന് കാണുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ അയ്യോ ഇവരെത്ര ആചാര്യബാഹു, വളരെ ധൈര്യം, അവരെ കണ്ട് നമ്മൾ തന്നെ ഒന്ന് പേടിച്ചു പോകും. ആ രീതിയിലുള്ള വലിയ സൈസുമായിട്ടുള്ള ആൾക്കാർ പുറമെ ഭയങ്കര ഭയങ്കര ജോവിയലായിട്ട് വളരെ ഹാപ്പി ഗോലൊക്കെ ആയിട്ട്, എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭീരുത്വം, ഭയങ്കര ഒരു യുനോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ളൊരു സംഭവമാണ് ഭീരുത്വം. എന്നാൽ അതൊരു ജഡികമായ കാര്യമാണ്. ദൈവഭയം എന്നുള്ളത് വേറൊരു കാര്യം. അത് ദൈവഭയം, ദൈവത്തെ ഭയഭക്തിയോടെ ബഹുമാനിക്കുന്നത്, അത് ആ ഒരു ബഹുമാനത്തിന് ഭക്തി ആദരവ് എന്നുള്ള ആ ഒരു ഭയം അല്ല, അത് ദൈവഭയം. അത് നമുക്ക് വേണ്ട കാര്യം. അത് പരിശുദ്ധാത്മാവ് ദൈവഭയത്തിന്റെ ആത്മാവാണ്. ഫിയർ, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്നൊക്കെ നമ്മൾ യേശയ്യാവ് 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ എന്താ, സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതൊരു അൺഹെൽതി ഫിയർ. അയ്യോ ദൈവം എന്നെ യുനോ ദൈവം എന്നെ പണിഷ് ചെയ്യുവോ, അല്ലെങ്കിൽ എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ യുനോ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. അപ്പം അത് പൂർണ്ണമായിട്ടും നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്കായിട്ട് പറ്റത്തില്ല. ആർക്കേ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ തികഞ്ഞ സ്നേഹത്തിനെ ഈ ഭയത്തെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനൊക്കത്തുള്ളൂ, പുറത്താക്കാൻ പറ്റത്തുള്ളൂ. 1 യോഹന്നാൻ 4-ന്റെ 18 വാക്യം, അതിലേക്ക് ഞാൻ വരാം. അതെവിടെ? ഫസ്റ്റ് ജോൺ 4:18 വരാം. അതിന് മുമ്പ് നമ്മൾ 2 തിമോത്തി 1:7 എന്താ പറയുന്നത്? നമുക്കിപ്പം ഈ പട്ടികയിൽപ്പെട്ട പാപങ്ങളിൽ വന്ന ഭീരുത്വത്തെ മാത്രമേ ഇന്ന് കാണാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. സമയം അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, ഈ റെഫറൻസ് പോലും നമ്മളാരും മറന്നു പോകരുത്. എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ. എന്താ ചില നമുക്ക് പലപ്പോഴും ഈ ടീച്ചർ വഴക്ക് പറയൂ, മറ്റു പിള്ളേരെ നമ്മളെ കളിയാക്കൂ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, പരീക്ഷയിൽ പരീക്ഷ വരുമ്പോൾ പിള്ളേരുടെ ടെൻഷന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, മാർക്ക് പറയുമ്പോൾ ടീച്ചർ വഴക്ക് പറയുക, അച്ഛനും അമ്മയും വഴക്ക് പറയുക, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പ് വെച്ച് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയ, എനിക്ക് ഇത്രയും മാർക്ക് എനിക്ക് കുറഞ്ഞു പോയോ. അപ്പൊ അതൊരു ഭീരത്വമാണ്, ടിമിഡിറ്റി. അപ്പൊ അത് നമ്മൾ സിൻസിയറായിട്ട് ദിവസം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ഒക്കെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അത്രയേ ഉള്ളൂ എന്ന് യോബിനെ പോലെ പറയണം. അപ്പൊ ഭീരുത്വത്തിന് ആത്മാവിനെ അല്ല. അതെ, ഗോഡ് ഹാസ് നോട്ട് ഗിവൺ അസ് എ സ്പിരിറ്റ് ഓഫ് ടിമിഡിറ്റി. കർത്താവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് ഇട്ടോ? ഇല്ല. മറിച്ച് ദൈവം നമ്മളുടെ ഉള്ളിലാക്കിയ ആത്മാവ് എന്താ? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. I will cause you to walk in, I will put my spirit within you and I will cause you to walk in my statutes എന്ന് എവിടാ പറയുന്നത്? എഹെസ്കേൽ, എസെക്കിയേൽ. എഹെസ്കേൽ മലയാളത്തിലെ എസെക്കിയേലിന്, ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിച്ച ആദ്യത്തെ ആ വാക്യങ്ങൾ എപ്പോഴും നമ്മൾ പറയത്തില്ലേ അല്ലേ? എസെക്കിയേൽ 25, 26, 27, 27-ാമത്തെ വാക്യം ഞാൻ ഈ പറഞ്ഞത്. ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് വിത്തിൻ യു. ദൈവത്തിന്റെ അതേ ആത്മാവ്, അതേ ശ്വാസം, ആ റൂഹ അല്ലെങ്കിൽ റുവാഹ് എന്നുള്ള ആ പദത്തിന് ഇങ്ങനെ, അത് പഴയ നിയമത്തിലായതുകൊണ്ടും റുവാഹ് എന്ന് പറഞ്ഞ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്ന റുവാഹ് എന്നുള്ള പദത്തിന് ശ്വാസമെന്നും കാറ്റെന്നും ആത്മാവെന്നും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു. ദൈവത്തിന് അതേ ശ്വാസം, ദൈവത്തിന് അതേ ആവി, അതേ ആത്മാവ്. അത് തന്നെയാണ് എൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നത്. ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്. ഈ ഭീരുത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആത്മാവാണ്. അത് സാത്താൻ, ലോകത്തിന് അധിപതിയായിട്ടുള്ള സാത്താന് ഈ ലോക വ്യവസ്ഥയിലൂടെ എൻ്റെ ജഡത്തിൽ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ, എൻ്റെ ജഡത്തിൽ നിന്ന് പുറത്ത് ഭീരുത്വം, അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ടെൻഷൻ, അയ്യോ നമ്മളൊരു സ്റ്റേജിൽ കയറി നിൽക്കുന്ന, അയ്യോ വിറയ്ക്കുന്നു, അവരെന്ത് പറയൂ, മറ്റുള്ളവരെ കളിയാക്കുവോ. ഇതൊക്കെ എന്താ, ജഡത്തിന്റെ കാര്യങ്ങളാ. മറ്റുള്ളവരെ കളിയാക്കിയാൽ എന്താ, കളിയാക്കിയാൽ ഞാൻ കർത്താവിന്റെ പൈതല, ഞാൻ ധൈര്യത്തോടെ ആയിരിക്കും. നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഈവൻ ചർച്ചിലെ വേഴ്സ് പറയുന്നു, അല്ലെങ്കിൽ മൈക്കിൽ എന്തെങ്കിലും സാക്ഷ്യം പറയുമ്പോൾ അയ്യോ എനിക്ക് വാക്ക് കിട്ടാതായി പോയി എത്രയല്ലേ ഉള്ളൂ. വാക്ക് കിട്ടാതായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയെ പറയാതിരിക്കുന്നതോ, അല്ലെങ്കിൽ അയ്യോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഇതൊക്കെ എന്ത് മനുഷ്യമാനം തേടുന്ന ഭീരുത്വത്തിന്റെ ആത്മാവാണ്. ഇതൊക്കെ ജഡത്തിന്റെ കാര്യങ്ങളാണ്. ഇനിയിപ്പം വേറൊരാളെ നമ്മളൊക്കെ കണ്ട് മുമ്പേ കയറി പ്രാർത്ഥിച്ചു, ഇവർ പ്രാർത്ഥിക്കട്ടെ, ആരായാലും പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ അവസരം കിട്ടിയാലും ഇല്ലേലും ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മറ്റുള്ളവരുടെ മാനം തേടുമ്പോഴായി ഭീരുത്വത്തിന് ആത്മാവ് കയറി പറ്റുന്നത്. അത് നമ്മുടെ ജഡത്തിൽ എങ്ങനെങ്കിലും ഒന്ന് നമ്മുടെ ജഡത്തിൽ നിന്ന് നുഴഞ്ഞു കയറാനായിട്ട് അത് കാത്തിരിക്കുവാണ്. ഇത് ഈ ചില സ്പ്രിങ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പതിഞ്ഞിരിക്കും, പെട്ടെന്ന് ഇത് വരുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഈ ബിരുദത്തിന് ആത്മാവിനൊന്നും
ചെയ്യാനൊക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് കുറച്ചൊന്ന് കുറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ലീക്ക് ഔട്ട് ആയി പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഭയവും പേടിയൊക്കെ, അയ്യോ അതെന്താവും ഇതെന്താവും എന്ന് പറഞ്ഞുള്ള ആകുല ചിന്തകളൊക്കെ വരും. അത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് ടിമിഡിറ്റി. ടിമത്തി ടിമിഡ് ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് പ്രാസം ഒപ്പിച്ച് പറയണേ, ടിമത്തിക്ക് കുറച്ച് ടിമിഡിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടിമത്തിക്ക് ഏകദേശം ഒരു 10-15 വയസ്സുള്ള സമയത്ത് പൗലോസ് ഇത് എഴുതുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ആ വയസ്സിൽ പോലും ടിമത്തി ശരിയാണ്, വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള നല്ല കർത്താവിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു എങ്കിൽ പോലും കുറച്ചൊരു ടിമിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് 2 തിമോഥെയോസ് പറഞ്ഞ പൗലോസിന്റെ ലാസ്റ്റ് ലെറ്റർ ഓഫ് പോൾ, അപ്പോസ്റ്റൽ പോൾ ഇൻ റോമൻ പ്രിസൺ, റോമൻ കാരാഗൃഹത്തിൽ നിന്ന് അതിനുശേഷം അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മരണം ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് എഴുതിയ കത്തിൽ തന്റെ അടുത്ത ലീഡറായിട്ടുള്ള ടിമത്തിയോട് എഴുതുക, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അത് എന്നോട് ഓർപ്പിക്കുക. ഓൾറെഡി പൗലോസ് ഒരുപാട് പ്രാവശ്യം എക്സോർട്ട് ചെയ്തിട്ടുണ്ടാവും, ടിമത്തി ഓവർകം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ വീണ്ടും ടിമത്തി ഇത് വാൺ ചെയ്ത് ഉറപ്പിക്കുകയാണ്. ഇനിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ കത്തിൽ തന്നെ ഇതങ്ങ് എഴുതി, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു. ഇങ്ങനെ ടിമത്തിക്ക് എഴുതിയത് നമുക്കും കൂടി ഇന്ന് ഉപകാരമായി. അപ്പൊ അതുകൊണ്ട് എന്താ ടിമത്തിയോട് എഴുതിയിരിക്കുന്നത്? ലോർഡ് ഹാസ് നോട്ട് ഗിവൺ എ സ്പിരിത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ്, സുബോധത്തിന്റെ ആത്മാവിനെയാണ്. നമ്മള് 2 കൊരിന്ത്യർ 12, 13, 14 അധ്യായത്തിന് കറസ്പോണ്ടിങ് ആണ് ഇത്, ഈ 3 വാക്കുകളെന്ന് എവിടെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. അത് വളരെ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയുടെ ആ ഒരു ശക്തി, അതും പൗലോസ് എഴുതുന്നതാണ്. 1 കൊരിന്ത്യർ 12 അധ്യായത്തില് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ശരീരത്തിലെ പല അവയവങ്ങളിൽ വ്യാപരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ, എന്റെ അടുത്ത അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13 എന്താ പറയുന്നേ? 1 കൊരിന്ത്യർ 13 ലവ്, സ്നേഹത്തെ കുറിച്ച് പറയുന്നു. പിന്നെ 1 കൊരിന്ത്യർ 14 അധ്യായത്തില് സുബോധത്തെ കുറിച്ചാണ് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ഗിഫ്റ്റ്സ് ഒക്കെ എല്ലാവരും കൂടെ കിടന്നോ ഇരുന്നോ നിന്നോ ചാടിയോ ഒക്കെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പറയും നിങ്ങൾക്ക് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന്. ഞാനല്ല പറഞ്ഞ് 1 കൊരിന്ത്യർ 14 23 വാക്യം. ഇതത്ര സഹോദരൻ ഇത്ര കാണാതെ ഈ റെഫറൻസ് അറിയാമെന്ന് ചോദിച്ചത് പലരോട് പറയുന്നുണ്ട്. അതങ്ങനെ അറിയാവുന്നതാണ്. 1 കൊരിന്ത്യർ 14:23 ഇതിൽ പറയുന്നത്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയത്തില്ല, എല്ലാവരും കൂടെ ഇന്ന് പെന്റിക്കോസ്റ്റൽ കരിസ്മാറ്റിക് ചർച്ചസിൽ അതാണ് നടക്കുന്നത്. എല്ലാവരും കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്റർപ്രിട്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അവരങ്ങ് ചാടിയും തുള്ളിയും ഉറഞ്ഞു തുള്ളിയും ഉരുണ്ടു തുള്ളിയും ഉരുണ്ടു മറിഞ്ഞും തള്ളി മറിച്ചിട്ടും ഒക്കെ അങ്ങ് അന്യഭാഷ പറയുക. അപ്പം ഇന്ന് ജാതിയുള്ള യൂട്യൂബിലൊക്കെ ഇത് കണ്ടു ചിരിച്ച് അതുപോലെ തന്നെ പറയുന്നുമുണ്ട്, ആ വചനവും ഫുൾഫിൽ ആവുന്നുണ്ട് എന്ന്. അപ്പൊ ആ ഒരു അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വേണോ, ഇൻ ഓർഡർ 1 by 1 ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം ടങ്സ് പ്രവചിക്കുക, ദൈവവചനം ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ ഡിസിപ്ലിനെ കുറിച്ചുമൊക്കെ ഓർഡർലിനെസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന 1 കൊരിന്ത്യർ 14 അധ്യായം. അപ്പൊ ഞാനീ പറഞ്ഞ പവർ, ലവ്, ഡിസിപ്ലിൻ 3 അധ്യായങ്ങൾ വന്നു. 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിൽ പറയുന്ന ഒരു തീമാണെന്ന് നമ്മളത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം അത് ഏതാണ് ഈ ആത്മാവ്? ശക്തിയുടെ ആത്മാവ് ഏതാണ്? സ്നേഹത്തിന്റെ ആത്മാവ് ഏതാണ്? സുബോധത്തിന്റെ ആത്മാവ് ഏതാണ്? അത് ദൈവയുടെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് വിത്തിൻ യു, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി എന്ന് പറയുമ്പം കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ ശ്വാസം, ആ കർത്താവിന്റെ ആത്മാവ് അത് ശക്തിയുടെ ആത്മാവാണ്. അതായത് ടിമിഡിറ്റിയുടെ ആത്മാവല്ല, ഭീരുത്വത്തിന്റെ ആത്മാവല്ല. നമുക്കൊരു ശക്തി, നമുക്ക് കർത്താവിന്റെ സാക്ഷിയാകാനൊരു ശക്തി. ബാക്കി അവിശ്വാസികളായുള്ള ബന്ധുക്കളൊക്കെ വരുമ്പോൾ കർത്താവിനെ ഉയർത്താനുള്ളൊരു ശക്തി, കർത്താവ് ആ ഒരു ശക്തിയുടെ ആത്മാവിനെ തന്നതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഹൗസ് ഡെഡിക്കേഷൻ സമയത്ത് എൻ്റെ പല ബന്ധുക്കളും ഒക്കെ, എൻ്റെ സിസ്റ്ററിനും പേരൻസിനും ഒക്കെ ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് അതുപോലെ അധിക്ഷേപിക്കുകയും പരദൂഷണം പറയുകയും അതുപോലെ കളിയാക്കുകയും എന്നെ അത് വലുതാണ്. നമുക്ക് നമ്മൾ കർത്താവിലായതുകൊണ്ട് എന്നെ അത് ദിവസമായിട്ട് അഫക്ട് ചെയ്തില്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കർത്താവിന്റെ മക്കൾക്കുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അവിശ്വാസികളുടെ പേരൻസിനെയും സിസ്റ്ററിനെയൊക്കെ അത് ഒത്തിരി അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ഇങ്ങനെ അവർക്ക് വീടൊക്കെ വന്ന് കണ്ട ബന്ധുക്കളൊക്കെ അത് മുമ്പ് ഓഫ്കോഴ്സ് കുറച്ച് വർഷങ്ങളായിട്ട് എന്നെ ഈ പറയുന്ന കളിയാക്കി ബന്ധുക്കൾ എന്നെ ഒത്തിരി പേര്, ഒരുപാട് പേര് അവരുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു മേ ബി
ഒന്നൊഴിയാതെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് അവരെന്നെ വന്ന് കാണാനും ആ, ഒക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ദൈവം മാനിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഹൗസ് ഡെഡിക്കേഷന്റെ സമയത്തും എല്ലാവരും വന്ന് അവരൊക്കെ വന്ന് നല്ല കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് അവര് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പേരൻസിന് എന്നെക്കാളിലധികം എൻ്റെ പേരൻസിന് എൻ്റെ മൂത്ത ചേച്ചിക്കും ഒക്കെ എന്നെക്കാളധികം അത് വളരെ സന്തോഷത്തിന്റെ കാരണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, ആ ഒരു ആ, ശക്തിയുടെ ആത്മാവ് എന്ന് വെച്ചാൽ നമ്മള് ഒരു എന്താ യുനോ വിശ്വാസികളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വേഴ്സസിന്റെ ബോർഡൊക്കെ വെച്ച് അവർ ബൈബിൾ വചനങ്ങളൊക്കെ വെച്ചാൽ ബൈബിളിലെ ബൈബിൾ ബൈബിൾ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ TV യൂണിറ്റിൽ പ്ലേ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ചേർച്ച് ഫംഗ്ഷനൊക്കെ നടത്തിയാൽ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, അവർ കളിയാക്കും ഇവർ കളിയാക്കും എന്നൊക്കെ ചോദിച്ചാൽ നത്തിങ് ഡൂയിങ്. അവരെന്ത് പറഞ്ഞാലും ഇവരെന്ത് പറഞ്ഞാലും അവരല്ല എനിക്ക് ചിലവർ തരുന്നത്. എനിക്ക് ചിലവർ തരുന്നത് എൻ്റെ സ്വർഗസ്വനായ പിതാവ്, പിതാവ്, എൻ്റെ പിതാവ് എന്ത് പറയുന്നു ആ പിതാവിനെ മാനിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്. അതിന് നമ്മൾ കർത്താവിനെ കുറിച്ച് നമ്മൾ ലജ്ജിക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ചും കർത്താവ് ലജ്ജിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സാക്ഷിയായിട്ട് ആ, അവിടെ അവിടങ്ങളിലായിരിക്കാനും ഇപ്പം സ്ത്രീയുടെയും കുഞ്ഞുങ്ങളും ഒക്കെ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും എന്നാൽ അവരത്ര ഈ ഇനം കളിയാക്കും പുച്ഛിക്കും ഒക്കെ പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം കുറെ വർഷങ്ങളായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അവര് തന്നെ എന്നാൽ അതിലൊരു വലിയൊരു പാരമ്യം എന്ന വണ്ണം അവരൊക്കെ അത്ര വലിയ ബഹുമാനത്തോടെ സന്തോഷത്തോടെ വന്ന് അന്ന് ആ ഫംഗ്ഷന് പങ്കെടുക്കുകയും ഇനിയും ആ, അന്ന് വരാൻ പറ്റാതിരുന്ന ചില ബന്ധുക്കളൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട്, എനിക്ക് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് മോനെ ഞാൻ ക്ഷമ ചോദിക്കുമോ അന്ന് വരാൻ പറ്റും. അപ്പം ഞാൻ പറയും അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം, ഇനിയാണെങ്കിലും വരാമെന്നും സാരമില്ല എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞ ഇത് കർത്താവിനെ മാനിക്കുന്നവര് കർത്താവ് മാനിക്കും എന്നുള്ള ഒരു പ്രോമിസ് ഒന്ന് സമൂഹൽ 2:30 വാക്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ശക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, അവിശ്വാസികളായിട്ടുള്ള ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഇടയിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് കർത്താവിന്റെ മകനാണ്, കർത്താവിന്റെ മകളാണ് എന്ന് പറയുന്നതിലുള്ള ഒരു അഭിമാനം, ആ ഒരു ശക്തി, അത് നമ്മുടെ സ്വയശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു നിമിഷം ഇതിൽ നിന്ന് എടുക്കപ്പെട്ടാൽ എനിക്കൊരിക്കലും അങ്ങനെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നത്തിങ് ഓഫ് മൈസെൽഫ്, എനിക്ക് പുകഴാനൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലൊന്ന് നിറയുന്നതുകൊണ്ട് മാത്രം കർത്താവിന്റെ സാക്ഷിയായിട്ട് ഉറച്ചു നിൽക്കാൻ കർത്താവ് ബലപ്പെടുത്തുന്നു എന്നുള്ളതായിട്ട്. അപ്പൊ അത് ശക്തിയുടെ ആത്മാവിനെ, അപ്പൊ ഈ ശക്തിയുടെ ആത്മാവൊന്നും ഇല്ലാതെ ഭീരുത്വത്തിന് ആത്മാവ് വന്ന് കയറി അത് ഈ ഭീരുത്വത്തിന് ആത്മാവ് വന്ന് മേഞ്ഞ് എന്താ നമ്മളെ എങ്ങോട്ടാ കൊണ്ട് ചെല്ലുന്ന, അവസാനം തീപ്പൊയ്കയിലോട്ടാ കൊണ്ട് ചെല്ലുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഭീരുത്വത്തിന് ആത്മാവിനെ പൂർണ്ണമായിട്ടും അങ്ങ് നിഷ്കാസനം ചെയ്യണം, ഡീത്രോൺ ചെയ്യണം. അതാണ് നിഷ്കാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, സിംഹാസനത്തിൽ നിന്ന് മറ്റതിനെ നിഷ്കാസനം ചെയ്യുക എന്നുള്ള മലയാളം വാക്കൊക്കെ പറയുമ്പോൾ കുറച്ച് കടുകട്ടിയുള്ള മലയാളം വാക്ക് പറഞ്ഞാൽ മലയാളം മനസ്സിലാവാത്ത നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിഷ്കാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഡീത്രോൺ, ടു ടേക്ക് അവേ ഫ്രം ദ ത്രോൺ, ആ സിംഹാസനത്തിൽ നിന്ന്, ഹൃദയ സിംഹാസനത്തിൽ നിന്ന് മാറ്റിക്കളയുക. അപ്പം നമുക്ക് കർത്താവിനോട് നമുക്ക് പറയാം, ലോർഡ് ഗീവ് മീ ദ സ്പിരിറ്റ് ഓഫ് പവർ. When you shall receive the Holy Spirit, you shall receive power from above to become my witnesses in Jerusalem, Judea, and Samaria, and to the uttermost parts of the earth. എവിടെ പറയുന്നത്? Acts 1:8, അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ച്, പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ആ ശക്തി ധരിച്ച് നമ്മള് കർത്താവിന്റെ സാക്ഷികളായി തീരും എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ 1 യോഹന്നാൻ 4:18 പോകാൻ നമുക്കിപ്പോൾ സമയമില്ല, ദിവസമായിട്ട് നമുക്കത് അടുത്ത ആഴ്ച പോകാം. അടുത്ത ആഴ്ച ഫസ്റ്റ് വെനസ്ഡേ ആവുമെന്ന് എനിക്കറിയത്തില്ല, നോക്കണം. അല്ലെങ്കിൽ അത് അടുത്ത നമ്മുടെ അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് ഈവൻ ഞാൻ വേറെ അടുത്ത കാര്യം, പവർ ഓഫ് സ്പിരിറ്റ് ഓഫ് പവർ, സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സ്നേഹത്തിന്റെ ആത്മാവാണ്. സ്നേഹം നമ്മളുടെ ഒന്ന് നിറയ്ക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ. എവിടെ എഴുതിയിരിക്കുന്നത്? റോമൻസ്. വെരി ഗുഡ്. റോമർ 5:5 എന്താ എഴുതിയിരിക്കുന്നത്? ഇത് ലവ് ഓഫ് ഗോഡ് ഹാസ് ബീൻ poured out or flooded in our hearts through the Holy Spirit who has been given to us. നമ്മളിലെ ദൈവസ്നേഹത്താല് പരിശുദ്ധാത്മാ നമ്മളെ നിറച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മ നമ്മളൊന്ന് നിറയുന്നു, സ്നേഹം എന്ന് നിറയുന്നു. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? പരിശുദ്ധാത്മ സ്നേഹം വന്ന് വാരി വിതറി
നിറഞ്ഞു തുളുമ്പുമ്പോൾ പിന്നെ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാതെ നമ്മളെ കളിയാക്കുന്നവരെയോ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെയോ നമുക്ക് ഉപദ്രവിക്കുന്നവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അവരെ ക്ഷമിക്കാൻ പറ്റും, അവരെ സ്നേഹിക്കാൻ പറ്റും, അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം ശക്തിയുടെ ആത്മാവ് കർത്താവിന്റെ കർത്താവ് ശക്തി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സാക്ഷിയാകാനുള്ള ശക്തി. അത് ശക്തി ധരിച്ച് നിങ്ങൾ എന്റെ സാക്ഷിയാകും. എവിടൊക്കെയാ? യെരുസലേമില്, യഹൂദിയിൽ എരുസലേം, അവിടെ അവരെന്നായിരുന്നത് എരുസലേമില് കാത്തിരിക്കാനാണ് കർത്താവ് പറഞ്ഞു. അപ്പൊ എരുസലേമിൽ അവിടെ ആയിരിക്കുന്നു. പിന്നെ ആ എരുസലേം നിൽക്കുന്ന ഡിസ്ട്രിക്റ്റ്, ആ എരുസലേമാകുന്ന പട്ടണം നിൽക്കുന്ന ആ ജില്ല ഏതാന്ന് ചോദിച്ചാൽ യഹൂദിയ ജില്ല, ജൂഡിയ. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഇപ്പം കരുനാഗപ്പള്ളി, കൊല്ലം ജില്ല, പിന്നെ അടുത്ത ആലപ്പുഴ ജില്ലയെന്നോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയെന്നോ പറയുന്നത് പോലെ അടുത്ത ജില്ലയില് പിന്നെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാകാനുള്ളൊരു ശക്തി ലഭിക്കുന്ന ഒരു കാര്യം. കർത്താവിന്റെ സാക്ഷിയാകാനുള്ള ശക്തി, പിന്നെ പാപത്തെ ജയിക്കാനുള്ള ശക്തി, ദുർമോഹത്തെയും കോപത്തെയും മോഹത്തെയും അസൂയയും അക്ഷമയെയും അങ്ങനെ എല്ലാ ആകുലചിന്തയും എല്ലാം പാപങ്ങളെ ജയിക്കാനുള്ള ഒരു ശക്തി ലഭിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സ്നേഹിക്കാൻ, കർത്താവിനെ പൂർണ്ണതയോടെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, പിന്നെ ഡിസിപ്ലിൻ, സോഫ്രോണിസ്മോസ് എന്ന് പറഞ്ഞ ഗ്രീക്കോ, അഥവാ സെൽഫ് കൺട്രോൾ, മോഡറേഷൻ, സൗണ്ട് മൈൻഡ് എന്നൊക്കെ അർത്ഥം. അച്ചടക്കത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സുബോധത്തിന്റെ ആത്മാവ്. ഒരു നമ്മള് എന്ത് പറയണം, എത്ര പറയണം, എങ്ങനെ പറയണം, എന്ത് വാക്കുപയോഗിക്കണം, നമ്മളുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഉള്ള നിയന്ത്രണം, പിന്നെന്താ നമ്മളുടെ സംസാരത്തിലുള്ള നിയന്ത്രണം, നമ്മുടെ സമയം ചെലവഴിക്കുന്നതിനുള്ള നിയന്ത്രണം, മൊബൈൽ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രീ ടൈം ചെലവഴിക്കുന്നതിലുള്ള ആ ഒരു എല്ലാത്തിനുള്ള ഒരു കർത്താവിന്റെ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം, പണം ചെലവഴിക്കുന്നതിലുള്ള നിയന്ത്രണം, എല്ലാ കാര്യത്തിലുമൊക്കെ വൃഥ ആയിട്ടുള്ള നമ്മൾ പണം വേസ്റ്റ് ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള നിയന്ത്രണം, അങ്ങനെയൊക്കെയുള്ള സെൽഫ് കൺട്രോൾ. ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തിന്റെ എന്നൊക്കെ. ആത്മനിയന്ത്രണം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഗലേഷ്യൻസ് 5:23 വായിക്കുന്നുണ്ട്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. അപ്പൊ ആ ഒരു നമുക്ക് സെൽഫ് കൺട്രോൾ തരുന്ന, നമുക്ക് ഡിസിപ്ലിൻ, അച്ചടക്കവും സുബോധവും ഒക്കെ തരുന്ന, നമുക്ക് സുബോധവും അതുപോലെ തന്നെ അലേർട്ട്നെസ്, ആ ഒരു ഉണർവും ഒക്കെ തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പം ഭീരുക്കളൊക്കെ എങ്ങോട്ടുള്ള യാത്രയിലോട്ടാ പോകുന്നത്? തീപ്പൊയ്കയിലോട്ടാ. എന്നാൽ ആ ഭീരുത്വത്തിന്റെ ഒരു സ്മെല്ല് പോലും നമ്മളിലുണ്ടാകാതെ വണ്ണം കർത്താവേ എന്നെ ജയിക്കുന്നവനാക്കണം. ഇന്ന് നമ്മൾ ബേസിക്കലി രണ്ട് കാര്യമൊക്കെ കേട്ടെ. ഒന്ന്, ജയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചെല്ലാം, പാപത്തെ ജയിക്കുന്നത്. പാപം എന്ന് പറയുമ്പോൾ ലോകം, ജഡം, പിശാച്. ലോകത്തെ ജഡത്തെ ജയിക്കുന്നത്, ലോക വ്യവസ്ഥയെ ജയിക്കുന്നത്, പിശാചിനെ ജയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ ജയിക്കുന്നത്. അങ്ങനെ ജയിക്കുമ്പോൾ നമ്മൾ ജയിക്കാത്തവരുടെ കാര്യത്തിലുള്ള ലിസ്റ്റിൽ ആദ്യത്തെ കാര്യം ആ ഭീരുത്വത്തെ കുറിച്ച് നമ്മൾ വായിച്ചേ. അപ്പം ഭീരുത്വത്തെ ജയിക്കുന്നതിനെ കുറിച്ച് കർത്താവെ ഒരിക്കലും ആ ഒരു ഭീരുത്വത്തിന്റെ ഒരു കണിക പോലും എന്നിലുണ്ടാവരുത്. ഏതൊരു സമയത്തും കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ സുവിശേഷം പറയാനാണെങ്കിലോ, കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട സമയത്ത് എവിടെയെങ്കിലും ചെന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. പക്ഷെ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കർത്താവ് തരുന്ന ഒരു അവസരത്തില് യേശുവിന്റെ പേര് പറഞ്ഞ് തന്നെ ദൈവം തന്നു എന്നുള്ള ജനറലായിട്ട് ദൈവത്തെ അങ്ങനെ പറയാതെ യേശു എന്ന് പറയാനും ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യവും ഫ്രീഡം ഒക്കെ എല്ലായിടത്തും അങ്ങനെ പറയണമെന്നല്ല. നമ്മളൊരു നിയമം പോലെ ഒരു ലീഗലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെന്നല്ല, മറിച്ച് കർത്താവ് നമുക്ക് തരുന്ന ഒരു ഫ്രീഡം അനുസരിച്ച് കർത്താവിനെ, യേശുവിനെ തന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അങ്ങനെ യേശുവിനെ തന്നെ മഹത്വപ്പെടുത്താനായിട്ട് ദൈവം തരുന്ന ഒരു അവസരങ്ങളും അതുപോലെ ഉപയോഗിക്കാനുള്ള ഒരു ശക്തി, ഭീരുത്വത്തെ ജയിച്ചവരായിട്ട്, അങ്ങനെ ശക്തിയുള്ളവരായിട്ട്, ശക്തി ധരിച്ചവരായിട്ടായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അളവില്ലാതെ ആത്മാവിനെ ഞങ്ങളിൽ പകരണം തക്കവണ്ണം ഞങ്ങളതിന് അളവില്ലാതെ താഴ്ത്തുവാനെ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. അങ്ങിൽ നിന്ന് താഴ്മ പിടിച്ച് അവിടുത്തെ ആത്മാവിനെ നിറയപ്പെടുമ്പോൾ കർത്താവേ, ഞങ്ങൾ ജയത്തിന്റെ ആത്മാവാണല്ലോ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് വിക്ടറി ലോർഡ്. എല്ലാം ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ ഭൗതികമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുമെല്ലാം ജയിക്കുവാനല്ല, ഒരു സ്വർഗീയ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണുവാനുള്ള ഒരു ജയിക്കുന്ന ഒരു അവസ്ഥ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തില് സാത്താനെയും ലോകത്തെയും ജഡത്തെയെല്ലാം ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭീരുത്വത്തെ ജയിക്കുവാൻ കർത്താവേ,
മറ്റു മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കാതെ കർത്താവെ അങ്ങേ തന്നെ നോക്കി അവിടുത്തെ അഭിപ്രായം കർത്താവെ അവിടുന്ന് എന്താണ് ഞങ്ങളോട് പറയുന്നത്, അവിടുന്ന് അപ്രൂവ് ചെയ്യുന്നുണ്ടോ, അവിടുന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കർത്താവെ അങ്ങേ നോക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് അത് ചെയ്യും. ഞങ്ങളെ അവിടുന്ന് ജയിക്കുവാൻ സഹായിക്കും, ഭീരുത്വത്തെ ജയിക്കുവാനും സഹായിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആരിലും കർത്താവ് ഒരു ഭീരുത്വത്തിന് ഒരു കണിക പോലും ഇല്ലാതാക്കണം കർത്താവ്. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ച് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എല്ലാ ഭീരുത്വത്തെ അത് പുറത്താക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ വെള്ളച്ചാട്ടം ഞങ്ങളിലേക്ക് നിറച്ചാട്ടെ. എല്ലാ ഭയവും എല്ലാം അത് പുറത്താവട്ടെ കർത്താവെ. അങ്ങേ പൂർണ്ണതയോടെ സ്നേഹിച്ച് പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ.